EMF എന്ന് പറയുന്നത് മൈനസ് എൽ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി സോറി മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി എന്ന് വരും. ഇതല്ല ഇൻഡ്യൂസ്ഡ് EMF ദാറ്റ് ഈസ് മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അപ്പൊ ഈ EMF എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിന്റെ ഏത് സൈഡാണ് ഹയർ പൊട്ടൻഷ്യൽ, ഏത് സൈഡാണ് ലോവർ പൊട്ടൻഷ്യൽ, കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഏരിയ ആണ്. അപ്പൊ അതിന് ഞാൻ പറഞ്ഞിരുന്നു റെസിസ്റ്ററിന്റെ കേസിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇൻഡക്ടറിന്റെ കേസിലും ചെയ്യേണ്ടത്. റെസിസ്റ്ററിന്റെ കേസിൽ കറണ്ട് I, ഇതിന്റെ റെസിസ്റ്റൻസ് R, ഇത് A, ഇത് B ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എഴുതുക? VA എന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ VA minus IR along the direction of current, it will be minus IR has to be equal to VB, or VA minus VB is equal to IR. So along the direction, oh sorry, screen share ചെയ്തിട്ടില്ല. എന്നാ ആദ്യം പറയണ്ടേ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടൊന്നും ഓർമ്മയില്ല, ഇതുവരെ പറഞ്ഞേക്ക് വെറുതെ. വந்தாച്ച് അയ്യോ, ഇതിൽ ഏതെടുക്കണ്ടേ? ഇൻഡക്ടർ. ഞാനിവിടെ തകർത്ത് എടുക്കായിരുന്നു, അപ്പോഴാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം. ഇത്രയാണ് ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇൻഡക്ടർ എന്താണ്? സർക്യൂട്ട് എലമെന്റ് വിച്ച് ഓഫേഴ്സ് ഇൻഡക്റ്റൻസ് ആണ് ഇൻഡക്ടർ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലെ ഇൻഡക്ടറിനെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെ, ഫ്ലക്സ് എന്താണെന്ന് നമുക്കറിയാം, L ഇൻറ്റു I ആണ്, സെൽഫ് ഇൻഡക്ടൻസ് ഇൻറ്റു I ആണ്. അതേപോലെ അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF വരെ മൈനസ് എൽ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി അല്ലെ, അല്ലെങ്കിൽ സോറി മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി, ദാറ്റ് വിൽ ബി മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് വരും. ഇനി എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ആൻ ഇൻഡക്ടർ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഹൗ ടു ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ആൻ ഇൻഡക്ടർ എന്ന് ചോദിച്ചാൽ, നമ്മൾ റെസിസ്റ്ററിനെ അക്രോസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. along the direction of current there is a potential difference of IR, potential drop of IR, there is a potential drop of IR in the case of resistance. In the case of resistance case current in the direction there is a potential drop of IR, current in the opposite direction there is a potential drop of അല്ലെങ്കിൽ potential rise of IR അല്ലേ. നമ്മൾ ഈ ഇക്വേഷൻ നേരെ തിരിച്ചെഴുതാണ്. B to A ആണ് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ VB plus IR has to be equal to VA. ഇത് പഠിച്ചതല്ലേ ഈ സംഭവങ്ങളൊക്കെ അല്ലെ? ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ്, അതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ ചെയ്താണ്. ഞാൻ അഡീഷണൽ പ്രോബ്ലംസ് ചോദിച്ചവർക്കും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതൊക്കെ ചെയ്ത് നോക്കാം. ഇനി അപ്പോ ഇൻഡക്ടറിന്റെ കേസിൽ എങ്ങനെയായിരുന്നു? ഇൻഡക്ടറിന്റെ കേസിലും സെയിം സിറ്റുവേഷൻ തന്നെയാണ്. A to B ഒരു ഇൻഡക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ആൻ ഇൻഡക്ടർ, അതിനകത്ത് A to B കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇഫ് ദി കറണ്ട് ഈസ് എ വേരിയബിൾ കറണ്ട് വേരി ചെയ്യുന്നുണ്ട് വിത്ത് ടൈമിനനുസരിച്ച് കറണ്ട് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ, there is a drop of L into di by dt, there is a drop of L into di by dt നമ്മൾ എഴുതാം. ഓക്കെ, drop of L into di by dt along the direction of current. അതിനകത്ത് drop of IR along the direction of current ആയിരുന്നു. Here there is a drop of L into di by dt along the direction of current. So എക്കും ബിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞേ VA minus L into di by dt has to be equal to VB, or VA minus VB has to be equal to L into di by dt. Okay, VA minus VB has to be equal to L into di by dt. So A എന്ന് ബിയിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യാണ്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യണം. എത്രയാണ് ഡിക്രീസ് ചെയ്യുന്നത്? L into di by dt. ഇനി ഇതിനകത്ത് ഞാൻ ഡ്രോപ്പ് ഓഫ് L into di by dt എന്ന് പറയുന്ന സംഭവമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായോ? കറണ്ട് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് di by dt എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ആക്ച്വലി ഉണ്ടാവുക പോസിറ്റീവ് ആണ്. മനസ്സിലായോ? ആക്ച്വലി അപ്പൊ റൈസ് ആണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഈ സൈൻ കൺവെൻഷൻ ഫോളോ ചെയ്യുക, എന്നിട്ട് di by dt ക്ക് അവസാനം സൈൻ കൊടുക്കുക. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതിനനുസരിച്ച് കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ ഈ കേസിൽ നോക്കിയാൽ, ഇഫ് കറണ്ട് ഈസ് ഇൻക്രീസിങ്, കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ di by dt പോസിറ്റീവ് ആയിരിക്കില്ലേ അല്ലെ? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് അല്ലേ? ഇഫ് കറണ്ട് ഈസ് ഇൻക്രീസിങ് di by dt will be positive. If current is increasing
di/dt will be positive. Okay. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A ആണോ B ആണോ higher potential ഉണ്ടാവുക? Will A or B at higher potential if the current is increasing? Current increase ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ A ആണോ B ആണോ higher potential ഉണ്ടാവുക? A will be at higher potential. കാരണം di/dt പോസിറ്റീവ് ആണ്. So there is a drop of L into di/dt. So ആ ഡ്രോപ്പ് ചെയ്യുന്ന ക്വാണ്ടിറ്റി പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് കുറയുന്നത്. മനസ്സിലായോ? ഇനി കറണ്ട് കുറയാണെന്ന് വിചാരിച്ചു, I is decreasing. അങ്ങനെയാണെങ്കിൽ di/dt എന്തായിരിക്കും? If current is decreasing, di/dt will be negative. di/dt നെഗറ്റീവ് ആയിരിക്കും. അപ്പോ എത്രയാണ് കുറയുന്നത്? നെഗറ്റീവ് ക്വാണ്ടിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ കൂടുക. പോസിറ്റീവ് ക്വാണ്ടിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയാണ്. നെഗറ്റീവ് ക്വാണ്ടിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? ആക്ച്വലി കൂടുകയാണ് ചെയ്യുക. സോ I കുറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഹയർ പൊട്ടൻഷ്യല്? കറണ്ട് കുറയുകയാണെങ്കിൽ ഏതാണ് ഹയർ പൊട്ടൻഷ്യല്? B ആണ് ഹയർ പൊട്ടൻഷ്യൽ. കറണ്ട് അപ്പൊ എവിടുന്ന് എങ്ങോട്ടാ ഫ്ലോ ചെയ്യുക? A to B ആണോ B to A ആണോ? കറണ്ട് അപ്പൊ എവിടുന്ന് എങ്ങോട്ടാ ഫ്ലോ ചെയ്യുന്നത്? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ ആണോ അതോ അങ്ങനെ? ഇല്ല, കറണ്ട് A to B തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് B to A ആവുന്നില്ല. അത് B ഹയർ പൊട്ടൻഷ്യലിലാണെന്ന് കരുതി കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നില്ല. കാരണം ഇത് റെസിസ്റ്റർ അല്ല. റെസിസ്റ്ററിന്റെ കേസിലാണ് ഹയർ പൊട്ടൻഷ്യലിന് ലോവർ പൊട്ടൻഷ്യലിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ എല്ലാ കേസിലും ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലിന് ആവണമെന്നില്ല കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ കേസിൽ ആക്ച്വലി സപ്പോസ് A to B 10 ആംബിയർ ഇപ്പൊ പാസ് ചെയ്ത് പോകുന്നുണ്ട് കറണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും? 9 ആംബിയർ ആയിട്ട് മാറി എന്ന് വിചാരിച്ചു. അപ്പൊ കറണ്ട് കുറയല്ലേ ചെയ്യണേ? കറണ്ട് കുറഞ്ഞു A to B ഉള്ള കറണ്ട് കുറഞ്ഞു വരുന്നുണ്ട്. ബട്ട് ദി കറണ്ട് ഈസ് സ്റ്റിൽ ഫ്ലോയിങ് ഫ്രം A to B. Current is still flowing from A to B. Okay. So I hope that's clear. അപ്പൊ ഈ ഇൻഡക്ടറിന് നമുക്ക് വേണമെങ്കിൽ ഈ കറണ്ട് I ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. I ഇൻക്രീസിങ് ആണെന്നുണ്ടെങ്കിൽ, if I is increasing, ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക? A ആണ് ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക. നമുക്ക് ഇങ്ങനത്തെ ഒരു സെല്ല് വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യാം. A to B. ആ സെല്ലിന്റെ EMF എന്താണെന്ന് ചോദിച്ചാൽ L into di/dt യുടെ മാഗ്നിറ്റ്യൂഡ്. A അല്ലേ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക if I is increasing. I increasing ആണെങ്കിൽ A അല്ലേ ഹയർ പൊട്ടൻഷ്യൽ? ഞാൻ പറഞ്ഞത് A to B മൂവ് ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഉണ്ടാവും. ഇനി I ഉണ്ട്, A B. I ഡിക്രീസിങ് ആണെങ്കിലും ഏതാണ് ഹയർ പൊട്ടൻഷ്യൽ? B ആണ് ഹയർ പൊട്ടൻഷ്യൽ. അപ്പൊ സെല്ല് നമ്മൾ ഇങ്ങനെ വരക്കും. It can be replaced by a cell. ഒരു സെല്ല് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല, ബട്ട് സ്റ്റിൽ ക്വസ്റ്റ്യൻസ് അഥവാ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇതിന്റെ EMFന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം L into di/dt. ആ പോസിറ്റീവ് മാഗ്നിറ്റ്യൂഡ് മാത്രം തിരിച്ച് EMF ഉള്ള ഒരു സെല്ലായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യും. മനസ്സിലായോ? ഓക്കെ. സോ ഈ EMF എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ EMF-ഉം മാഗ്നിറ്റ്യൂഡ് മാത്രം. ഈ കറണ്ട് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ, if the current is a constant, will there be any potential difference between A and B? കറണ്ട് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവോ? If current is a constant, will there be any potential difference between A and B? No, there is no potential difference. Potential difference is 0. A and B are at same potential. So A and B യും സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്യും. ആ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്? അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണ്ടി വരുന്നത്. If there is no resistance, there is no need of potential difference. Okay. നമുക്ക് അടുത്തത് ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ഇൻഡക്ടറിന്റെ കേസിൽ EMF-ന്റെ കേസ്. ഇത് കൺസെപ്റ്റ് എല്ലാവർക്കും ഇടക്ക് ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് പോകും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ആയിട്ട് മാറും. ഓക്കെ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമുക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോവാം. ക്വസ്റ്റ്യൻ പേജ് നമ്പർ ഇല്ലേ? പേജ് നമ്പർ 10 ആണെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടോ നിങ്ങളുടെ ഇതിൽ? Q നേട്ടിട്ടുള്ളൂ. പേജ് നമ്പർ 10 ഉണ്ടോ നിങ്ങളുടെ ഇതിൽ? ഇല്ലേ? Q in the circuit മൊഡ്യൂൾ അല്ലേ കയ്യില്? In the circuit given below,
the current is decreasing at a rate of 1 ampere per second? ആ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? സെൽഫ് ഇൻഡക്ടൻസിന്റെ താഴെ ക്വസ്റ്റ്യൻ കണ്ടാണോ? മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻ കണ്ടതാണോ? അതായത് മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ മുകളിൽ കണ്ടോ? ഒന്ന് റിപ്ലൈ ചെയ്തേ പെട്ടെന്ന്. ആ ഓക്കെ, മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ മുകളിലുള്ള ക്വസ്റ്റ്യൻ. ക്യൂ എന്നല്ലേ ഉള്ളൂ, ക്വസ്റ്റ്യൻ നമ്പർ ഇല്ലല്ലോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്. In the circuit given below, the current is decreasing at the rate of 1 ampere per second. Decreasing at the rate of 1 ampere per second. At a certain time, the current in the circuit is 2 ampere. Current in the value 2 ampere. Find the potential difference between A and B. A and B തമ്മിലുള്ള potential difference കണ്ടുപിടിക്കും. A and B തമ്മിലുള്ള potential difference കണ്ടുപിടിക്കും. പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ആൻസർ പറഞ്ഞ എല്ലാവരും. സോ ഞാനും ഇവിടെ ചെയ്യാം, നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്യും. സോ എങ്ങനെയാണ് സർക്യൂട്ട് ഉള്ളത്? റെസിസ്റ്റൻസിന്റെ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്, EMF തന്നിട്ടുണ്ട്. ഇതൊരു സർക്യൂട്ടിന്റെ പാർട്ട് ആട്ടോ. നിങ്ങൾ വിചാരിക്കും കറണ്ട് ഇങ്ങനെ ടിങ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അറ്റത്ത് പോയിട്ട് നിൽക്കുന്നൊക്കെ. ദിസ് ഇസ് എ പാർട്ട് ഓഫ് എ സർക്യൂട്ട്. ഇത് സർക്യൂട്ടിന്റെ ഒരു പാർട്ടാണ്. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. ഇങ്ങോട്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. കറണ്ട് എത്രയാണ്? 2 ആംപിയർ കറണ്ട് ആണ് പാസ് ചെയ്യുന്നത്. കറണ്ടിന്റെ di/dt വാല്യൂ ഇവിടെ എത്രയാ വരിക? കറണ്ട് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് എത്രയാ? 1 ആംപിയർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന റേറ്റിലാണ് കറണ്ട് ചേഞ്ച് ചെയ്യുന്നത്. di/dt എത്രയാ? അപ്പൊ current is decreasing at the rate of 1 ampere per second. So how much is di/dt? പറഞ്ഞേ, 1 ആണോ -1 ആണോ? -1 അല്ലേ? -1 ampere per second because current is decreasing. Because current is decreasing. So resistance is nothing but 10 ohm. Inductance 5 Henry ആണ്. ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. EMF 20 വോൾട്ട്സ്. പിന്നെ നമ്മൾ കിർച്ചോഫ്സ് ലോ ഫോളോ ചെയ്യും. അതേപോലെ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. എങ്ങനെ എഴുതാൻ പറ്റും? VA മൈനസ് അല്ലെ, മൈനസ് കറണ്ടിന്റെ സെയിം ഡയറക്ഷനിൽ പൊട്ടൻഷ്യൽ റെസിസ്റ്ററിന് അക്രോസ് IR എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. VA മൈനസ് IR. ഇൻഡക്ടറിന് അക്രോസ് കറണ്ടിന്റെ സെയിം ഡയറക്ഷനിൽ L ഇൻറ്റു di/dt ഡ്രോപ്പ്. ആ di/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അത് കൂടെ കുറയോ ചെയ്യാം. പക്ഷെ ഇക്വേഷൻ എഴുതുമ്പോൾ ഡ്രോപ്പ് ആയിട്ട് തന്നെ എഴുതണം. പിന്നെ EMF എന്താണ്? മൈനസ് EMF ഈക്വൽ ടു VB. VA മൈനസ് IR എത്രയാ? 2 ഇൻറ്റു 10 മൈനസ് L എത്രയാ? L 5. di/dt എത്രയാ? -1. di/dt is -1 മൈനസ് EMF എത്രയാ? 20. എന്തുകൊണ്ട് EMF മൈനസ് ഇട്ട് മനസ്സിലായില്ലേ? ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് പോകുമ്പോൾ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ്, അപ്പോൾ മൈനസ് ആണ് ഇടേണ്ടത്. ദിസ് ഈസ് ഈക്വൽ ടു VB. സോ ഇവിടെ ഇത് പ്ലസ് ആയിട്ട് മാറും. ദിസ് ക്വാണ്ടിറ്റി മൊത്തത്തിൽ പ്ലസ് ആയിട്ട് മാറും. സോ ഇവിടെ VA -20 പ്ലസ് 5 -20 എന്ന് വരും അല്ലേ? സോ ടോട്ടൽ എത്രയാ? VA -20 പ്ലസ് 5 -20 ഈക്വൽ ടു VB. VA മൈനസ് VB ഈക്വൽ ടു 35 വോൾട്ട്സ് ആണോ? 35 വോൾട്ട്സ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായില്ലേ? അല്ലെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായി. ഓക്കെ ഓക്കെ. എന്നാൽ അടുത്തത് ഫൈൻഡ് ദി സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ്. നമ്മൾ കണ്ടുപിടിച്ചതല്ലേ, μ0 n² V എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടുപിടിച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് നോട്ട് നീഡഡ്. ഇനി അടുത്ത ടോപ്പിക് ആണ് എനർജി stored in an inductor. Energy stored in an inductor. ഇത് റെസിസ്റ്ററിന് അക്രോസ് നമ്മൾ പഠിച്ചത് എനർജി ഡിസിപ്പേറ്റഡ് അക്രോസ് എ റെസിസ്റ്റർ എന്നാണ്. ഇവിടെ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ എന്നാണ്. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി. ഓക്കെ, സോ
നമ്മളൊരു ഇൻഡക്ടറിനെ ക്രോസ് കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു, ഐ എന്ന് പറയുന്ന കറണ്ട്. അപ്പൊ ഇൻഡക്ടറിനെ ക്രോസ് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഐ വേരിയബിൾ ആണ്. ഐ ഒറ്റയടിക്ക് ഇൻക്രീസ് ചെയ്യല്ലേ ഇൻഡക്ടറിന്റെ കേസിൽ വരിക. നമ്മൾക്ക് അത് LR സർക്യൂട്ട് പഠിക്കാനുണ്ട്, അത് നമുക്ക് പറയാം. ഐ സീറോ എന്ന് എന്ത് ചെയ്യാണ്, സീറോ എന്നുള്ള വാല്യൂന്ന് ഐ വരെ ഇൻക്രീസ് ചെയ്യാൻ വിചാരിച്ചു. നമ്മളൊരു സെല്ലിനെ ക്രോസ് ഇത് കണക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തിനെ ക്രോസ് ഈ റെസിസ്റ്റർ ഇൻഡക്ടർ കണക്ട് ചെയ്തു. ഈ ഇൻഡക്ടർ കണക്ട് ചെയ്യുമ്പോൾ ഐന്റെ വാല്യൂ ഇനീഷ്യലി സീറോ ആയിരുന്നു, അത് ഇൻക്രീസ് ചെയ്ത് ഐ ആയിട്ട് മാറും. ഓക്കെ, ഇൻക്രീസ് ചെയ്ത് ഐ ആയിട്ട് മാറുമ്പോൾ ഈ പോയിന്റ് എ ആണെന്ന് വിചാരിച്ചു, ഈ പോയിന്റ് ബി ആണെന്ന് വിചാരിച്ചു, പോയിന്റ് എ ആണെന്ന് വിചാരിച്ചു. കറണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് ഞാൻ പറഞ്ഞു. എ ആണോ ബി ആണോ ഹയർ പൊട്ടൻഷ്യലിന്? എ അല്ലേ ഹയർ പൊട്ടൻഷ്യലിന്, അല്ലെ? എ അല്ലേ ഹയർ പൊട്ടൻഷ്യൽ. കാരണം along the direction of current there is a drop of L into di by dt. So di by dt ഇവിടെ പോസിറ്റീവ് ആണ്, എ ആണ് ഹയർ പൊട്ടൻഷ്യൽ. സോ ബേസിക്കലി ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, കറണ്ട് എ ടു ബി ആണ് ഫ്ലോ ചെയ്യുന്നത്, എ ആണ് ഹയർ പൊട്ടൻഷ്യലിന്. ബേസിക്കലി എന്താ സംഭവിക്കുന്നത്, ചാർജ് പോസിറ്റീവ് ചാർജ് എവിടെ നിന്ന് എങ്ങോട്ടാ മൂവ് ചെയ്യുന്നത്, എയിൽ നിന്ന് ബിയിലോട്ടാണ്. എ ആണ് ഹയർ പൊട്ടൻഷ്യലിന്, ബി ആണ് ലോവർ പൊട്ടൻഷ്യലിന്. എന്ന് ബിയിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക, പൊട്ടൻഷ്യൽ കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി ക്യൂ ഇൻറ്റു, അല്ലെ, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ചെയ്താൽ പൊട്ടൻഷ്യൽ എനർജി ആയില്ലേ, ക്യൂ ഇൻറ്റു വി എ അല്ലേ ഉള്ളത്. ഇവിടെ ഉള്ള ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി ക്യൂ ഇൻറ്റു വി എ. മനസ്സിലായോ? ഇവിടെ ഉള്ള ചാർജിന്റെ പൊട്ടൻഷ്യൽ, ആ ചാർജ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറി, ക്യൂ ഇൻറ്റു വി ബി എന്നായിട്ട് മാറി. സോ ആ പൊട്ടൻഷ്യൽ എനർജിയിൽ ഒരു ഡിക്രീസ് ഉണ്ടായോ, കാരണം ഇനീഷ്യലി ക്യൂ ഇൻറ്റു വി എ ഉണ്ടായിരുന്നു, പിന്നെ അത് ക്യൂ ഇൻറ്റു വി ബി എന്നായിട്ട് മാറി. സോ ദർ ഇസ് എ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി, അല്ലെ? ഈ പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടാവുന്ന ഡിക്രീസ് എന്തായിട്ട് മാറാണ്, റെസിസ്റ്റർ ആണെങ്കിൽ അത് ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോവാണ് ചെയ്യാം. ഇൻഡക്ടർ ആവുമ്പോൾ ദാറ്റ് എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്. അതിന്റെ ഉള്ളിലുള്ള സോളിനോയിഡ് അല്ലെങ്കിൽ ഒരു കോയിൽ ആണല്ലോ ഇത്, സോളിനോയിഡ് പോലത്തെ ഒരു കോയിലാണിത്. അതിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ ഈ എനർജി സ്റ്റോർ ചെയ്യാണ് ചെയ്യുക. ദിസ് എനർജി ഈസ് സ്റ്റോർഡ് ഇൻസൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സോ ഇങ്ങനെ എഴുതിക്കോ, ഫിഗർ വരച്ചിട്ട് ഇങ്ങനെ എഴുതിക്കും. Take an inductor of inductance L in which current is increasing from 0 to I. In which current is increasing from 0 to I. Current increasing from 0 to I ആണ്. Current 0 to I increase ചെയ്യാണ്. Okay. Since current is increasing, A is at higher potential. A is at higher potential than B. A is at higher potential than B. B നെക്കാളും higher potential ആണ് A ഉള്ളത്. So when charges move from A to B, there is a decrease in potential energy. When charges move from A to B, there is a decrease in potential energy. There is a decrease in potential energy. This decrease in potential energy is stored as, is stored in the magnetic field inside the inductor. In the magnetic field inside the inductor. Magnetic field inside the inductor. Okay. So നമുക്ക് അറിയാം decrease in potential energy എത്രയാണ്, അതിന്റെ റേറ്റ് എത്രയാണെന്ന് നോക്കാം. So decrease in potential energy, അല്ലെ, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാ വരിക, Q into V ആണ്, VA minus VB. Q into potential difference. Q into potential difference ആണ് ഇതെന്ന് പറയുന്നത്. സോ പവർ എന്ന് പറയുന്നത് എന്താ, വാട്ട് ഈസ് പവർ? ഒന്നെങ്കിൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വോൾട്ടേജ് ചെയ്താലും മതി. പവർ എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. സോ ദാറ്റ് വിൽ ബി V into dQ by dt, ദാറ്റ് ഈസ് V into I, പൊട്ടൻഷ്യൽ ഡിഫറൻസ് into I എന്ന് വരും. പൊട്ടൻഷ്യൽ EMF into I നമ്മൾ സാധാരണ ചെയ്യുന്ന സംഭവം തന്നെ, EMF into I തന്നെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് into കറണ്ട് ആണ് പവർ. അതെല്ലാത്തിലും അങ്ങനെ തന്നെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് into കറണ്ട് ആണ് പവർ വരിക. ഓക്കെ, അത് ഇൻഡക്ടർ ആണെങ്കിലും റെസിസ്റ്റർ ആണെങ്കിലും
കപ്പാസിറ്റർ ആണെങ്കിലും എല്ലാ കേസിലും പവർ റേറ്റ് ഓഫ് എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ റേറ്റ് ഓഫ് എനർജി സ്റ്റോറിംഗ് ഇസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു കറണ്ട് ആണ്. ഇനി സോ ദിസ് വിൽ ബി ഐ ഇൻറ്റു പവർ എന്ന് പറഞ്ഞാൽ എന്താ, എനർജി സ്റ്റോർ ചെയ്യുന്ന റേറ്റ് അല്ലേ. സോ ദിസ് ഇസ് DE by dt, where DE is അല്ലെങ്കിൽ DU by dt എന്ന് എഴുതിയാലും മതി. ഇതിന്റെ ഉള്ളിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ഇത് ശരിക്കും മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. DU by dt is equal to power is equal to I into what is V? V എന്താണ് ഈ കേസിൽ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് L into DI by dt അല്ലേ. L into DI by dt. So DU by dt is equal to LI DI by dt. So രണ്ട് സൈഡിലും dt ഉണ്ട്, അല്ലെങ്കിൽ dt ഇങ്ങോട്ട് കൊണ്ടുപോയാൽ dt can be cancelled. സോ DU നെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ LI DI എന്ന് വരും. കറണ്ട് 0 to I ആണ്, ഇതിനെ 0 to U എന്ന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ U എന്ന് വരും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ U എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്. സോ വാട്ട് ഈസ് ദാറ്റ്? റൈറ്റ് ഹാൻഡ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന വരെ L പുറത്തെടുക്കാം അല്ലെ. L പുറത്തെടുത്താൽ ബാക്കി ഉണ്ടാവുക IDI. ഇടി കഴിഞ്ഞാൽ L പുറത്ത് വരും, അല്ലെങ്കിൽ ഇടി ഓക്കെ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. സോ L പുറത്തെടുത്താൽ എന്താ സംഭവിക്കുക? പിന്നെ ഇടിയാണ് ബാക്കി. ഓക്കെ, സോ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ വരാ? IDI എന്താ വരാ? I² by 2 അല്ലേ. I²by 2. സോ റൈറ്റ് ഹാൻഡ് സൈഡ് വരെ half LI². So energy stored in the inductor is half Li². Very important equation, half Li² ആണ് ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി. ഓക്കെ, half Li² ആണ്. If the current passing through the inductor is I, then the energy stored inside the inductor is half Li². നോട്ട് ചെയ്ത് വെച്ചോ. If the current passing through an inductor is I, then the energy stored in the inductor is half Li². ഈ ഹാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വാണ്ടിറ്റി ഇൻറ്റു I² ഇൻറ്റു ഒരു ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ, ഇത് പലയിടത്തും വരുന്നുണ്ടല്ലേ. പലയിടത്തും ഈ സംഭവം വരുന്നില്ലേ അല്ലെ. ഇപ്പൊ നമ്മുടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താ? ഹാഫ് mv². അതേപോലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ ഹാഫ് I⍵². അതേപോലെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി നമ്മൾ ഇങ്ങനെ എഴുതാറില്ലേ? ഹാഫ് CV². പഠിച്ചിട്ടില്ലേ? കപ്പാസിറ്ററിൽ പഠിച്ചില്ലേ? ഹാഫ് CV² ആണ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി. സോ ഇതൊക്കെ വളരെ എന്താണ് ഫിസിക്കലി അല്ലെങ്കിൽ എന്താണ് കമ്പയറബിൾ ആണ് എല്ലാം അല്ലെ. ഫിസിക്സിൽ പല ഇക്വേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയറബിൾ ആണ്. സോ ഹാഫ് Li² എന്ന് പറയുമ്പോൾ ഇതെന്താ? ഹാഫ് mv² പോലെ തന്നെയാണ്. ഹിയർ മാസ് ഈസ് റീപ്ലേസ്ഡ് ബൈ L ആൻഡ് വെലോസിറ്റി ഈസ് റീപ്ലേസ്ഡ് ബൈ കറണ്ട് വെലോസിറ്റിനെ റീപ്ലേസ് ചെയ്യുന്നു. സോ സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻസ് തന്നെയാണ്. സോ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് half Li² ആണ്. half Li² ആണ് എനർജി സ്റ്റോർഡ് ഇൻസൈഡ് ദി ഇൻഡക്ടർ. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, അത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. എന്നാൽ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡക്ടറിന്റെ ബാക്കി റെസിസ്റ്ററിന്റെ കേസ് നമ്മൾ പഠിച്ച പോലെ തന്നെ ഇൻഡക്ടറിന്റെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ അടുത്തത് കോമ്പിനേഷൻ ഓഫ് ഇൻഡക്ടർ അല്ലെങ്കിൽ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ. Combination of series and parallel combination of inductor. ഇത് പറയുന്നതിന് ഇത് ഏതുപോലെ തന്നെയാണ്, റെസിസ്റ്ററിനെ പോലെ തന്നെയാണ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഇതിനകത്ത് വരും. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. എന്നാ പിന്നെ എക്സാമിനൊക്കെ നമുക്ക് എളുപ്പമാണ് അല്ലെ, ഓർത്തിരിക്കാൻ എളുപ്പമാണ്. റെസിസ്റ്റർ പോലെ തന്നെയാണ് ഇതിനകത്ത് വരും. സോ അതിന്റെ ഡെറിവേഷൻ എങ്ങനെയാ വരാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ സീരീസ് കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷനിൽ suppose
this is A, this is B, this is C. This inductor is L1, this inductor is L2. ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I, രണ്ടിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആണ് അല്ലേ? സീരീസ് കോമ്പിനേഷൻ ആവുമ്പോൾ കറണ്ട് സെയിം ആണ്. We have to replace it by a single inductor. ഒരു ഒറ്റ ഇൻഡക്ടർ വെച്ച് ഇതിനെ റീപ്ലേസ് ചെയ്യണം. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് സെയിം തന്നെ I, ബട്ട് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് n പോയിന്റ്സ് സെയിം ആയിരിക്കണം, എയും സിയും. അതിനെ നമുക്ക് L ഇക്വലന്റ് എന്ന് വിളിക്കും. ഈ കേസിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞേ വി എ മൈനസ് വി ബി എന്താ വരിക? വി എ മൈനസ് വി ബി കേസിൽ, അല്ലെങ്കിൽ വി എ മൈനസ് എൽ വൺ ഇൻറ്റു ഡി അല്ലെ, എങ്ങനെയല്ലേ വരാം? വി എ മൈനസ് എൽ വൺ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു വി ബി, അല്ലെങ്കിൽ വി എ മൈനസ് വി ബി ഈക്വൽ ടു എൽ വൺ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. സിമിലർലി വി ബി മൈനസ് എൽ ടു ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു വി സി എന്ന് വരും. VB minus VC is equal to L2 into DI by DT. ഇവിടെ എന്താ കിട്ടുക? VA minus VC ചെയ്താൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ VA minus VC എന്താ വരാം? L equivalent into DI by DT. L equivalent into DI by DT. Okay. So ഇവിടെ VA minus VC ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ വരാം? VA minus VC, VA minus VC എല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ? അല്ലെങ്കിൽ നേരിട്ട് അങ്ങോട്ട് എഴുതിയാലും മതിയായിരുന്നു. നേരിട്ട് ഫസ്റ്റ് ഇൻഡക്ടറിനെ ക്രോസ് L1 into DI by dt ഡ്രോപ്പ്, സെക്കൻഡ് ഇൻഡക്ടറിനെ ക്രോസ് L2 into DI by dt ഡ്രോപ്പ്, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലും മതി. അപ്പൊ VB ക്യാൻസൽ ചെയ്ത് പോകും. ഇക്വേഷൻ 1 + 2 ചെയ്താൽ VB ക്യാൻസൽ ചെയ്ത് പോകും. സോ ഹിയർ VA minus VC is L1 into DI by dt plus L2 into DI by dt. L2 into DI by dt. So the equation 3, ഇത് equation 4 ആണെന്നുണ്ടെങ്കിൽ equation 3ഉം 4ഉം കൂടി കമ്പയർ ചെയ്താൽ എന്താ കിട്ടുക? L1 di by dt പ്ലസ്, സോറി ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, പ്ലസ് L2 di by dt has to be equal to L equivalent di by dt. di by dt ക്യാൻസൽ ചെയ്ത് കളയാം. L equivalent is equal to L1 plus L2. L equivalent is equal to L1 plus L2. Okay, L equivalent എന്ന് പറയുന്നത് L1 plus L2. ഏതുപോലെ തന്നെ സിമിലർ ടു റെസിസ്റ്റേഴ്സ്, റെസിസ്റ്റൻസിലുള്ള കേസ് പോലെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തത് പാരലൽ കോമ്പിനേഷൻ നോക്കിയല്ലേ? സീരീസ് കോമ്പിനേഷൻ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടും കൂടി ആഡ് ചെയ്യുക. റെസിസ്റ്ററിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഡിറൈവ് ചെയ്യുന്നത്. കറണ്ട് രണ്ടും I into R1 plus I into R2 എന്ന് എഴുതിയിട്ട് തന്നെയാണ് equal to I into R equivalent. സെയിം സിറ്റുവേഷൻ. രണ്ടാമത്തത് പാരലൽ കോമ്പിനേഷൻ. Parallel combination. So parallel combination case we have two inductors. നമുക്ക് രണ്ട് ഇൻഡക്ടേഴ്സ് ഉണ്ട്, പാരലലി കണക്ട് ചെയ്ത്. എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു? പാരലലി കണക്ട് ബിറ്റ്വീൻ എ ആൻഡ് പി, ബിറ്റ്വീൻ എ ആൻഡ് പി പാരലലി കണക്ട് ചെയ്തിരിക്കും. അപ്പോ ഇവിടുന്ന് ഒരു കറണ്ട് I വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ I എന്ത് ചെയ്ത് പോകും? ഇതിലൂടെ I1 പാസ് ചെയ്ത് പോകും, ഇതിലൂടെ I2 പാസ് ചെയ്ത് പോകും. ഇതിന്റെ ഇൻഡക്റ്റൻസ് L1, ഇതിന്റെ ഇൻഡക്റ്റൻസ് L2. ഇത് we have to replace it by a single inductor. We have to replace it by a single inductor. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? ഈ രണ്ടിലും കൂടി ടോട്ടൽ പാസ് ചെയ്ത് പോകുന്ന കറണ്ട്, അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് L equivalent, ഇക്വലന്റ് ഇൻഡക്റ്റൻസ് L equivalent A B ആണ് ഈ കേസിൽ വരും. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ VA മൈനസ് VB പറഞ്ഞേ. VA മൈനസ് VB ഫസ്റ്റ് ഫിഗറിൽ എങ്ങനെ പോവാം? മോളിലൂടെ പോകുമ്പോ എന്താ കിട്ടുക? മോളിലൂടെ പോകുമ്പോ എന്താ കിട്ടുക? മോളത്തെ ഇൻഡക്ടറിലൂടെ L1ലൂടെ പോകുമ്പോ നമുക്ക് എന്താ കിട്ടുക? L1 di1 by dt അല്ലെ? A to B മോളിലൂടെ പോക്കൂടെ? VA മൈനസ് L1 di1 by dt is equal to VB, VA minus VB equal to L1 di1 by dt. താഴെ കൂടെ പോകുമ്പോൾ എന്താ കിട്ടുക? VA minus VB equal to VA minus VB equal to L2 di2 by dt. L2 di2 by dt. ഓക്കെ, സോ ഇതിനകത്ത് നിന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാണ്.
di1 by dt is equal to di1 by dt എന്താണ്? VA minus VB by L 1 di2 by dt is equal to VA minus VB by L2 L2 ഓക്കെ. ഇവിടെ ചെയ്താൽ എന്താ കിട്ടുക? ഇവിടെ ചെയ്താൽ അതായത് ഇക്വലന്റിന്റെ കേസിൽ എന്താ കിട്ടുക? VA minus VB is equal to L into DI by dt. L equivalent into DI by dt. So DI by dt is equal to DI by dt is equal to DI by dt is equal to എന്താണ്? Come on, tell me. VA minus VB by L equivalent. L equivalent. Okay. So ഇതാണ് ഇതിനകത്ത് നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ ഇനി ഇതിനകത്ത് നിന്ന് എങ്ങനെ ഉണ്ടാക്കാം? ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് I1 പ്ലസ് I2 അല്ലേ? ടോട്ടൽ കറണ്ട് I എന്ന് പറയുന്നത് I1 പ്ലസ് I2 ആണ്. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. DI by dt has to be equal to ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. di1 by dt plus di2 by dt. അഡീഷൻ റൂൾ ഓഫ് ഡിഫറൻഷിയേഷൻ എന്താണ്? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഇത് ചെയ്താൽ എന്താ കിട്ടുക? VA minus VB divided by L equivalent is equal to VA minus VB divided by L1 plus VA minus VB divided by L2. ആര് കട്ടായി പോകും? VA minus VB കട്ടായി പോകും. പിന്നെ കിട്ടാൻ പോകുന്നത് എന്താണ്? 1 by L equivalent is equal to 1 by L1 plus 1 by L2. Same as that of parallel combination of resistances. Resistances in the parallel combination തന്നെ. Okay. So ഇതാണ് പാരലൽ കോമ്പിനേഷന്റെ ഡെറിവേഷൻ. നമ്മൾ എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ടും ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് കറണ്ട് രണ്ടും ആഡ് ചെയ്യാം. മറ്റേതിനകത്തും അങ്ങനെ തന്നെ ചെയ്യാം. മറ്റേതിനകത്തും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാം. റെസിസ്റ്ററിന്റെ സെയിം ഡെറിവേഷൻ തന്നെയാണ്, പക്ഷെ ഇതിനകത്ത് DI by dt വരുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ അല്ലേ? ഡെറിവേഷൻ വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. സോ ഫസ്റ്റ് കറണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. മുകളിലത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് L1 di1 by dt, താഴത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് L2 di2 by dt. അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും? di1 by dt യും di2 by dt യും കിട്ടും. അപ്പുറത്തുനിന്ന് DI by dt യും കിട്ടും. അത് രണ്ടും കൂടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ആഡ് ചെയ്താൽ റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടും. ഓക്കെ, കാരണം I ഈക്വൽ ടു I1 പ്ലസ് I2 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. എന്നാൽ അടുത്തത് ഇതാണ് പാരലൽ കോമ്പിനേഷൻ വരെ. ഇനി അടുത്തത് കറണ്ട് ഡിവിഷൻ ഇൻ പാരലൽ കോമ്പിനേഷൻ. കറണ്ട് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? കറണ്ട് ഡിവിഷൻ ഇൻ പാരലൽ കോമ്പിനേഷൻ. അതായത് ഒരു കറണ്ട് I ഇവിടെ നിന്ന് വരുന്നുണ്ടെന്ന് വിചാരിച്ചു. I എന്ന് പറയുന്ന കറണ്ട് ഇങ്ങോട്ട് I1, ഇങ്ങോട്ട് I2. ഇത് L1, ഇത് L2. നമ്മൾ റെസിസ്റ്ററിന്റെ കേസിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? ഇൻവേഴ്സ് റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തതാണ്. ഇതിന്റെ കേസിലും ഇൻവേഴ്സ് റേഷ്യോ ഓഫ്, കാരണം രണ്ടിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം അല്ലേ? L1 di1 by dt has to be equal to L2 di2 by dt. സോ dt ക്യാൻസൽ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് di1 ന്റെ ഇന്റഗ്രൽ I1, റൈറ്റ് ഹാൻഡ് സൈഡ് di2 ന്റെ ഇന്റഗ്രൽ I2 എന്ന് വരും. സോ L1 I1 has to be equal to L2 I2, or എങ്ങനെ വരാം? I1 by I2 is equal to L2 by L1. ഇൻവേഴ്സ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക. Current is divided in the inverse ratio of resistance, and I1 plus I2 has to be equal to I. സോൾവ് ചെയ്താൽ എങ്ങനെ കിട്ടുക? റെസിസ്റ്ററിൽ ഇതേപോലെ സോൾവ് ചെയ്തിട്ടില്ലേ? I1 by I2 is equal to R2 by R1. അങ്ങനെയാണെങ്കിൽ ഓരോ കറണ്ടും എത്ര വരുന്ന? റെസിസ്റ്ററിൽ ഇതേപോലെ ഡിറൈവ് ചെയ്തിട്ടില്ലേ? അത് നിങ്ങൾ ഡിറൈവ് ചെയ്ത് നോക്കൂ കേട്ടോ. ഡിറൈവ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞ പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. I1 is equal to എന്താ വരാ? L2 divided by L1 plus L2 into total current I. I2 is equal to L1 divided by L1 plus L2 into total current I.
ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യില്ല ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. കറണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഇൻഡക്ടറിൽ എങ്ങനെയാണെന്നുള്ളത് പെട്ടെന്ന് ആരും, കാരണം ഇൻഡക്ടേഴ്സ് റെസിസ്റ്റേഴ്സ് വെച്ച് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും, കാരണം ആ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്റർ മൊത്തം അതാണ്. പക്ഷെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഒരുപാട് കൺസെപ്റ്റിന്റെ ഇടയിൽ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഇൻഡക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇൻഡക്ടർ വെച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ അധികം സോൾവ് ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്താ പറയാ, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകാൻ പറ്റുക. അതുകൊണ്ട് ഇൻഡക്ടറിലെ കറണ്ട് ഡിവിഷൻ ചിലർക്ക് സ്ട്രൈക്ക് ചെയ്യായിരിക്കും, പക്ഷെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, കാരണം എല്ലാ ചാപ്റ്ററും നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ആകുമ്പോൾ റെസിസ്റ്റൻസിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും അല്ലെ. ആൾമോസ്റ്റ് പകുതിയിലേറെ ക്വസ്റ്റ്യൻസും റെസിസ്റ്റേഴ്സ് എന്നാണ്. റെസിസ്റ്ററിന്റെ കോമ്പിനേഷൻ, കറണ്ട് ഡിവിഷൻ എങ്ങനെയാണ് വരിക, അതൊക്കെയാണ് നമ്മൾ കുറെ ചെയ്തത്. പക്ഷെ ഇൻഡക്ടർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു 20% പോർഷനെ ഇതിനകത്ത് വരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അധികം ഇൻഡക്ടറിലെ സർക്യൂട്ട് സോൾവിങ് ഒന്നും നമ്മൾ ചെയ്യാറില്ല. NCERT തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആകെ ഒരു 1.5 പേജ് ഈ ഇൻഡക്ടർ എന്ന് പറയുന്ന ടോപ്പിക് മൊത്തം ഉള്ളൂ. അപ്പോൾ പക്ഷെ എൻട്രൻസിന് ക്വസ്റ്റ്യൻസ് വരാം, കറണ്ട് ഡിവൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, കറണ്ട് ഡിവിഷനും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവിഷനും എല്ലാം ഏതുപോലെ തന്നെയാണ്, റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പോലെ തന്നെയാണെന്ന് ആലോചിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഇൻഡക്ടേഴ്സ്. ഇതാണ് ഇൻഡക്ടേഴ്സിന്റെ കേസ്. ഓക്കെ, സോ ഇതാണ് ഇൻഡക്ടറിന്റെ സംഭവം. ഇനി ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ ടോപ്പിക് കൂടി പറയാനുണ്ട്. NCERT-യിൽ ഈ സംഭവം ഇല്ല, ബോർഡ് എക്സാമിനും ഇത് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ നീറ്റിനും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്, JEE മെയിനൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. JEE സിലബസിൽ എന്തായാലും ഉണ്ട്, നീറ്റിനും ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതാണ് LR സർക്യൂട്ട്. LR സർക്യൂട്ട്സ് അതായത് ഒരു സർക്യൂട്ടിൽ എന്ത് വരുന്നു, ഇൻഡക്ടറും റെസിസ്റ്റൻസും വരുന്ന കേസ്. ഓക്കെ, CR സർക്യൂട്ട് പഠിച്ചോ, അല്ലെങ്കിൽ RC സർക്യൂട്ട് പഠിച്ചോ? RC സർക്യൂട്ട് ചാർജിങ് ഡിസ്ചാർജിങ് ഒക്കെ പഠിപ്പിച്ചോ? പഠിപ്പിച്ചെന്ന് പറഞ്ഞേ, പഠിപ്പിച്ചിട്ടില്ല? ഇലക്ട്രോസ്റ്റാറ്റിക്സ് കഴിഞ്ഞോ? അപ്പോ ഇലക്ട്രോസ്റ്റാറ്റിക്സ് RC സർക്യൂട്ടിലെ Q = Q0 × 1 - e⁻ t/RC ആ സംഭവങ്ങൾ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാപ്റ്റർ കഴിഞ്ഞോ? അപ്പൊ ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ എന്നാ പറയായിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പൊ നമുക്ക് LR സർക്യൂട്ട് നോക്കാം. LR സർക്യൂട്ട് എന്താണ്? LR സർക്യൂട്ട് എന്ന് ചോദിച്ചാല് നമുക്ക് LR സീരീസ് സർക്യൂട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. ഒരു ഇൻഡക്ടർ ഉണ്ടാവും, ഒരു റെസിസ്റ്റർ. ആദ്യം റെസിസ്റ്റർ, ഇതൊരു സെല്ലിന് അക്രോസ് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു സ്വിച്ച് കണക്ട് ചെയ്യുന്നു. ഇതിന്റെ റെസിസ്റ്റൻസ് R, ഇതിന്റെ റെസിസ്റ്റൻസ്, ഇതിന്റെ ഇൻഡക്റ്റൻസ് L. ഇതിന്റെ EMF E എന്നോ അല്ലെങ്കിൽ വോൾട്ടേജ് V എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. സോ EMF E എടുക്കും. സോ ഇവിടുന്ന് സ്വിച്ച് ഓഫ് ആക്കിയാൽ ഇവിടുന്ന് കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യും. കറണ്ട് വിൽ സ്റ്റാർട്ട് ടു ഫ്ലോ ഫ്രം ഹിയർ. പക്ഷെ കറണ്ട് യൂണിഫോം ആയിരിക്കില്ല. കാരണം എന്താണ്? കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻഡക്ടറിന് അക്രോസ് കറണ്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന് അക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. സോ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യും? അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആ സെല്ല് എങ്ങനെയാ ഉണ്ടാവുക? കറണ്ട് ഗ്രോ ചെയ്യുകയാണെങ്കിൽ ആ സെല്ല് എങ്ങനെയാ ഉണ്ടാവുക? കറണ്ട് ഗ്രോ ചെയ്യുകയാണെങ്കിൽ ആ സെല്ല് നമ്മൾ ഇങ്ങനെയാണ് വരക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ആ സെല്ലിൽ നിന്നുള്ള കറണ്ട് അല്ലെങ്കിൽ ആ സെല്ലിന് ഇവിടെ നിന്നുള്ള കറണ്ടിനെ ഒപ്പോസ് ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത് ഇൻഡക്ടർ. മനസ്സിലായി? സോ ഇനീഷ്യലി ഇൻഡക്ടർ എന്ത് ചെയ്യും? കറണ്ട് ഗ്രോത്തിനെ ഒപ്പോസ് ചെയ്യും. കറണ്ട് പതിയെ ഗ്രോ ചെയ്ത് വരുള്ളൂ. ഓക്കെ, ഇനീഷ്യൽ കറണ്ട് വിൽ ബി 0. പിന്നെ അത് പതിയെ ഗ്രോ ചെയ്ത് വരികയാണ് ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എങ്ങനെയാണ് കറണ്ട് വരിക? സോ t = 0 ഞാൻ സ്വിച്ച് ക്ലോസ് ചെയ്തു. സോ ABCD എന്ന് പറയുന്ന ലൂപ്പിൽ ക്രിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്ത ABCDA ക്രിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യും. ഇതൊരു അഡീഷണൽ ടോപ്പിക് ആണ് കേട്ടോ, ABCDA. ഇതിലിപ്പോ ഡെറിവേഷൻ ഓർത്തില്ലെങ്കിലും അവസാനത്തെ ഇക്വേഷൻ ഓർത്തിരിക്കാം, നീറ്റുകാർ പ്രത്യേകിച്ച്. ബാക്കിയുള്ളവർ എന്തായാലും ഡെറിവേഷൻ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.
ഓക്കെ, എന്നാലും അവസാനത്തെ ഇക്വേഷൻ അറിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. പക്ഷെ ഡെറിവേഷനും കൂടി എങ്ങനെയാ വരുന്നത് നോക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ RC സർക്യൂട്ട് എളുപ്പമാണ്, അല്ലെങ്കിൽ RC സർക്യൂട്ട് പഠിച്ചിരുന്നെങ്കിൽ ഇത് എളുപ്പമായേനെ. പക്ഷെ RC സർക്യൂട്ട് എടുത്തിട്ടില്ലല്ലോ, സോ അതുകൊണ്ട് നമുക്ക് ഇത് പറഞ്ഞേ പറ്റൂ. സോ അതിനകത്ത് ഫസ്റ്റ് വൺ കറണ്ട് ഗ്രോത്തിന്റെ കേസാണ്. കറണ്ട് ഗ്രോത്തിന്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സ്വിച്ച് ക്ലോസ് ചെയ്യും. ഇപ്പൊ ഇൻഡക്ടറിൽ കറണ്ട് ഗ്രോ ചെയ്യാൻ നോക്കും, ഇൻഡക്ടർ അതിനെ ഒപ്പോസ് ചെയ്യും അല്ലെ. ഇൻഡക്ടർ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു EMF കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് കൊടുക്കാൻ നോക്കുന്ന പോലുള്ള ഒരു ബാറ്ററിയാണ് EMF ഇൻഡക്ടർ ഉണ്ടാക്കുന്നത്. ഞാൻ ഫിഗർ വരച്ച് കണ്ടില്ലേ അല്ലെ. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ് ദേർ? ഇനീഷ്യലി കറണ്ട് 0 ആയിരിക്കും, പിന്നെ കറണ്ട് പതിയെ ഗ്രോ ചെയ്ത് പോവാണ് ഇൻഡക്ടറിന്റെ കേസിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇൻഡക്ടർ ABCDയിൽ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വരിക? ABCDയിൽ ഇത് പറഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ, ഞാനിത് ഡിറൈവ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ABCDയിൽ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ -IR -L into di/dt plus E is equal to 0. എന്ന് വരും. കറക്റ്റ് അല്ലേ? -IR -L into di/dt plus E equal to 0. So ഇതിനെ എങ്ങനെ എഴുതാം? E minus IR has to be equal to L into di/dt. ഓക്കെ, ഞാൻ ഇതിനകത്തിന് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സംഭവത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഡിറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഈ ഇന്റഗ്രേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇന്റഗ്രേഷൻ, ദിസ് ഇന്റഗ്രേഷൻ ഇസ് എ ബിറ്റ് കോംപ്ലിക്കേറ്റഡ്, എന്നാലും നമുക്ക് ചെയ്യാം. ഇന്റഗ്രേഷൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന ആൾക്കാർ ഫൈനൽ ആൻസർ പഠിച്ചു വെക്കും. ഓക്കെ, so it will be L into di divided by E minus IR. L into di divided by E minus IR is equal to, അല്ലെങ്കിൽ എല്ലാം അപ്പുറത്തോട്ട് പോയാലും കുഴപ്പമില്ല, എല്ലിന് അപ്പുറത്ത് കൊടുക്കും. ഈക്വൽ ടു എന്താ വരിക? DT/L എന്ന് വരും. കറക്റ്റ് ആണോ? DT/L. This will be DT/L. ഈ രണ്ട് സൈഡും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. 0 to ടൈം 0 to T ഇന്റഗ്രേറ്റ് ചെയ്യണം. കറണ്ട് 0 to I ഇന്റഗ്രേറ്റ്. കറണ്ട് we have to integrate from 0 to I. അപ്പോ ഈ ഇന്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. ദിസ് ഇന്റഗ്രേഷൻ ദാറ്റ് യു ഹാവൻറ്റ് ലേൺഡ് അല്ലെ. ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ വേരിയബിൾ ഏതാ? I ആണ് വേരിയബിൾ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പല രീതിയിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/AX plus B യുടെ ഇന്റഗ്രൽ 1/AX plus B dx, ഇന്റഗ്രൽ 1/AX plus B dx എന്താണെന്ന് വെച്ചാൽ ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഇത് വരിക ln AX plus B ഡിവൈഡഡ് ബൈ, ഇന്റഗ്രേഷന്റെ കേസിൽ എന്താ ചെയ്യുക? താഴത്തിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ ചെയ്യുക. ഡിവൈഡഡ് ബൈ ദി കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് ചെയ്യേണ്ടത്. ഡിവൈഡഡ് ബൈ ദി കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. ഇസ് ഇറ്റ് ക്ലിയർ? 1/AX plus B യുടെ ഇന്റഗ്രൽ ln AX plus B. 1/X-ന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? 1/X-ന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? ln x അല്ലേ. അപ്പൊ 1/AX plus B യുടെ ഇന്റഗ്രൽ എന്താ വരിക? 1/AX plus B യുടെ ഇന്റഗ്രൽ ln AX plus B എന്ന് വരും. പക്ഷെ നമ്മൾ sin x-ന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? മൈനസ് കോസ് എക്സ്. sin 2x-ന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു? sin 2x-ന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് 2x ബൈ 2. മൈനസ് കോസ് 2x ബൈ 2 ചെയ്യണം. ഡിഫറൻഷിയേഷനിലെ ഉള്ളിലുള്ള സംഭവത്തിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇന്റഗ്രേഷനിൽ ആ സംഭവത്തിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? ചെയിൻ റൂൾ ഇന്റഗ്രേഷൻ എങ്ങനെയാ വരുന്നത്? അതിന്റെ ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ ഈ സംഭവത്തിന് എക്സ് ആയിട്ട് വിചാരിച്ചിട്ട് അങ്ങോട്ട് ln x ആയിട്ട് ഇന്റഗ്രൽ എടുക്കുക. ടേക്ക് ദിസ് ആസ് എക്സ്, ക്യാപിറ്റൽ എക്സ് എന്ന് വിചാരിച്ചു. ഇവിടെ ഇന്റഗ്രൽ എന്താ? ln AX plus B. ആ എക്സ് ആയിട്ട് എടുത്തത് ln AX plus B. പിന്നെ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഡിഫറൻഷിയേഷനിലാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്,
ഇന്റഗ്രേഷനിൽ അത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അത് ഡിഗ്രി 1 ആവുമ്പോൾ മാത്രം കേട്ടോ, എല്ലാം ഒന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ln 1/x² ഇന്റഗ്രലിൽ ln x² / 2x ഒന്നും എഴുതി വെക്കരുത്, അതൊന്നും എഴുതി വെക്കരുത്. ഇങ്ങനത്തെ കേസസ് മാത്രം, അതായത് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസ്, നമുക്ക് ഓൾറെഡി അറിയുന്ന ഫംഗ്ഷൻസിനെ കോൺസ്റ്റന്റ് കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സംഭവങ്ങളിൽ ഇങ്ങനെ ചെയ്യാം. ഇത് ഇന്റഗ്രേഷൻ മാത്സിൽ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ഇന്റഗ്രേഷൻ മാത്സിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ വളരെ ചീള കേസുകളാണ്. മാത്സിൽ ഇന്റഗ്രേഷൻ വെച്ച് നോക്കുമ്പോൾ ഫിസിക്സ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. മാത്സിൽ ഇന്റഗ്രേഷൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഏറ്റവും ബുദ്ധിമുട്ട് എനിക്കിപ്പോ തോന്നിയിരുന്നത് ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ് മാത്സിൽ പഠിക്കുമ്പോഴൊക്കെ. കാരണം അതിലെ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒന്നും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. മാത്സിലെ ബാക്കിയെല്ലാം എനിക്ക് എളുപ്പമായിരുന്നു, പക്ഷെ ഇന്റഗ്രേഷൻ കുറച്ച് എന്നുവെച്ചാൽ അത് പ്രാക്ടീസ് ഇല്ലാതെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. കാരണം ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഇല്ല. ഡിഫറൻഷിയേഷൻ ഏത് വേണമെങ്കിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. ഏത് ഫംഗ്ഷൻ തന്നാലും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒരു ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇന്റഗ്രേഷനിൽ ഏത് ഫംഗ്ഷൻ തന്നാലും ഇന്റഗ്രേറ്റ് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. എല്ലാരെ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാരെ കൊണ്ടും നല്ല ആരെ കൊണ്ടും എല്ലാ ഫംഗ്ഷൻസും ഇന്റഗ്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അങ്ങനെ പെർട്ടിക്കുലർ റൂൾ ഒന്നുമില്ല, ചില പെർട്ടിക്കുലർ മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യാം. അതാണ് ഇന്റഗ്രേഷനിൽ നമുക്കുള്ളൂ. അപ്പൊ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിലേത് ഒരുപാട് മെത്തേഡ്സ് പഠിച്ചു വെച്ചിട്ടുണ്ട്, ഇതിലേത് അപ്ലൈ ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആയി പോകും. പക്ഷെ ഡിഫറൻഷിയേഷനിൽ അങ്ങനെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇന്റഗ്രേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഏത് മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നുള്ളത്, കൺഫ്യൂഷൻസ് ഒരുപാട് വരും. അപ്പോൾ തൽക്കാലം ആവശ്യമുള്ള ഇന്റഗ്രേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്യാം, താഴെയുള്ള എക്സ് ആണെന്ന് വിചാരിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യില്ല, ഡിവൈഡ് ചെയ്യാം. വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് വിത്ത് ദി ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് വിൽ ബി, അപ്പോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഇന്റഗ്രൽ എന്താ വരെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ഇന്റഗ്രൽ e മൈനസ് ഐ ആർ ആണ്. സോ ഇറ്റ് വിൽ ബി ln e മൈനസ് ഐ ആർ. ഇനി എന്ത് ചെയ്യാം, ഇവിടുത്തെ വേരിയബിൾ ആരായിരുന്നു, ഐ ആയിരുന്നു, അതിന്റെ കോയിഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിന്റെ കോയിഫിഷ്യന്റ് എന്താ, -r അല്ലേ, അതിന്റെ കോയിഫിഷ്യന്റ് -r അല്ലേ. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ -ir എന്നാണുള്ളത്, ശരിക്കും ഇത് -ir പ്ലസ് ഇ എന്നാണുള്ളത്. ഓക്കെ, -ir പ്ലസ് ഇ ആണ്. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് എക്സിന്റെ കോയിഫിഷ്യന്റ്, ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് -r ആണ്. ഓക്കെ, -r ആണ് എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ലിമിറ്റ് കൊടുക്കണം, എവിടെ നിന്ന് എങ്ങോട്ടാണ്, 0 to i. വി ഹാവ് ടു ഗിവ് ലിമിറ്റ്സ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ന് വരാം, സിമ്പിൾ ആണ്, t/l എന്ന് വരും, 0 to t. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ -r വേണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാം, -r അങ്ങോട്ട് കൊണ്ടുപോകാം, -r അതേത് സാർ, -r. സോ e മൈനസ് ഐ ആർ 0 to i is equal to -rt by -rt/l. -rt. ലിമിറ്റ് കൊടുക്കണം, we have to give limits. ലിമിറ്റ് കൊടുത്താൽ എന്താ കിട്ടുക, ln e മൈനസ് ഐ ആർ ആണ്, ഐ കൊടുത്താൽ കിട്ടുക, ഐക്ക് ഏത് കൊടുത്താൽ ഐ കൊടുത്താൽ കിട്ടുക. ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 കൊടുത്താൽ ln e എന്നാ കിട്ടുക, ln e. So what is ln a minus ln b? This is minus rt/l, ln a by b. So it will be ln e minus ir divided by e has to be equal to minus rt/l. ഞാൻ പറഞ്ഞു ഡെറിവേഷൻ കുറച്ച് ലെങ്തി ആണ്. ഇന്റഗ്രേഷൻ ലെങ്തി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷന്റെ സ്റ്റെപ്സ് ചെയ്യാനുള്ള ലെങ്തേ ഉള്ളൂ, സ്റ്റെപ്പ് കാര്യമായിട്ടൊന്നുമില്ല. സ്റ്റെപ്പ് കിർച്ചോഫ്സ് ലോ എഴുതിയിട്ട് എന്ത് ചെയ്യുക, റീഅറേഞ്ച് ചെയ്ത് എഴുതാനേ ഉള്ളൂ. ഇന്റഗ്രേഷൻ അറിയാന്നുണ്ടെങ്കിൽ ആർക്കും ഡിറൈവ് ചെയ്ത് വരാവുന്ന ഇക്വേഷനേ ഉള്ളൂ. So this will be ln 1 minus ir by e has to be equal to ln 1 minus ir by e has to be equal to rt/l. ln എങ്ങനെ കളയാം, ln എങ്ങനെ കളയാം, ln കളഞ്ഞിട്ട് എനിക്ക് എന്ത് വേണം, ഇതിനകത്ത് i ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ln എങ്ങനെ കളയാം, how can I remove ln? രണ്ട് സൈഡും എക്സ്പോണൻഷ്യൽ എടുത്താൽ പോരെ അല്ലേ. ln x is equal to a എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ, x is equal to e raised to a എന്നാണ് അതിന്റെ മീനിങ്, മനസ്സിലായോ. ലോഗ് അതിന്റെ ബേസ് ചെയ്ത 10 ആണ്, ഇതിന്റെ ബേസ് ചെയ്ത ln ന്റെ ബേസ് ചെയ്ത e ആണ്.
log 10 to the base 100 is 2 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? സോറി, log 100 to the base 10 is 2 എന്ന് നമുക്കറിയാം. അതിന്റെ മീനിങ് എന്താ? 100 is equal to ഈ ബേസിന്റെ പവറിൽ 2 വരണം, 10 സ്ക്വയർ എന്നാണ് അതിന്റെ മീനിങ്. ഇതൊക്കെ ലോഗരിത്തിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഇവിടെ ബേസിക് ആക്ച്വലി ബേസ് ഏതാണ്? ഇ ആണ് ബേസ്. ഇയുടെ വാല്യൂ എത്ര? 2.718 അങ്ങനെ പോകും. ഈസ് എ ഇറാഷണൽ നമ്പർ. ഈസ് ആൻ ഇറാഷണൽ നമ്പർ. വെരി ഇമ്പോർട്ടന്റ് ഇറാഷണൽ നമ്പർ ഇൻ മാത്സ്. സിമിലർ ടു പൈ. പൈ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇറാഷണൽ നമ്പർ ആണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് വിൽ ബി ദാറ്റ്. സോ ഇതിനെ നമുക്ക് ln എടുത്താൽ എന്ത് ചെയ്യാം? രണ്ട് സൈഡും ln എടുത്താൽ ലോഗ് ഒഴിവാക്കാൻ പറ്റും. അല്ല സോറി, എക്സ്പോണന്റ് എടുത്താൽ ലോഗ് ഒഴിവാക്കാം. ഈക്വൽ ടു e raised to minus rt by n. e raised to minus rt by n. സോ ഇതിനകത്തുനിന്ന് അത് കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുവരാം. അത് കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുവരുമ്പോൾ എന്താ കിട്ടുന്നത്? ഏത് കൊണ്ടുപോയിട്ട് ഏത് കൊണ്ടുവരുമ്പോൾ IR by E is equal to 1 minus e raised to minus RT by L എന്ന് കിട്ടുന്നുണ്ടോ? എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് I is equal to E by R. E by R. 1 minus e raised to minus RT by L. Or I is equal to I0 1 minus e raised to minus t by tau, where I0 is equal to E by R, which is the maximum current, and tau is L by R. മനസ്സിലായോ? ഈ R താഴേക്ക് വന്നാൽ L by R ആയിട്ട് മാറില്ല. Tau is called L by R is called time constant. Is called time constant. Tau is called time constant. L by R ആണ് ഇതിനകത്തെ ടൈം. ഈ വിഘ്നേഷ് കുറെ സമയമല്ലോ എൻ്റർ ചെയ്യാൻ നോക്കുന്നു. വിഘ്നേഷിന് എന്ത് പറ്റി? ഓക്കെ, Tau is called time constant. Tau is called time constant. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കറണ്ട് ഉണ്ടാവുക. അപ്പൊ ഇതിനകത്ത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ഇതിനകത്ത് ഇത് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. JEE പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുമ്പോൾ നീറ്റിലും ക്വസ്റ്റ്യൻസ് വരാം. At t equal to 0, what is current? I is equal to, at t equal to 0, I is equal to, t equal to 0 എടുത്താൽ എന്താ വരാ? I0 into 1 minus e raised to 0. What is e raised to 0? e raised to 0 എത്രയാ? 1. So I0 into 1 minus 1. I എത്രയാ? I is equal to 0. I is equal to square root of minus 1 ആണോ? I is equal to 0. ഇനി അടുത്ത എന്താണ്? At t equal to അല്ലെങ്കിൽ t tends to infinity, ടൈം എന്ത് ചെയ്യാണ്? ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യാണ്. വെരി ലോങ് ടൈം. ആഫ്റ്റർ എ വെരി ലോങ് ടൈം. വെരി ലോങ് ടൈം കറണ്ട് പറഞ്ഞ ആഫ്റ്റർ എ വെരി ലോങ് ടൈം വാട്ട് വിൽ ബി ദാറ്റ് കറണ്ട്? After a very long time, what will be current? So that will be I0 into 1 minus e raised to minus infinity. Then t ക്ക് infinity എന്ന് കൊടുത്താൽ that will be e raised to minus infinity. എന്താണ് e raised to minus infinity? Come on, tell me. e raised to minus infinity എന്താണ്? 0 അല്ലേ? 1 by e raised to infinity. 1 by infinity, that is 0. e raised to minus infinity is 0. So I will be I0, which is equal to E by R, which is equal to E by R. So അതിന്റെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടുമോ? ചോദിച്ചാൽ മാർക്ക് കിട്ടും. എങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ്? എക്സ് ആക്സിസിലെ ടൈം, വൈ ആക്സില് കറണ്ട്. അതിന്റെ ഗ്രാഫ് കിട്ടുക ആദ്യം 0 സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത് ആസ് ടൈം ടെൻസ് ടു ഇൻഫിനിറ്റി അത് I0 അല്ലെങ്കിൽ E by R ലോട്ട് ടെൻഡ് ചെയ്യും. സോ ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫാണ് ഇത്. തട്ടുവോ? തട്ടൂല.
അപ്പൊ I ഈക്വൽ ടു I0 എന്ന് പറയുന്നത് ഈ ഗ്രാഫിന്റെ എന്താണ്? അസിംപ്ടോട്ട് ആണ്. അപ്പം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, മാത്സിൽ പഠിക്കുന്ന സംഭവമാണ് അസിംപ്ടോട്ട്. ഓക്കെ, സോ ഇതാണ് ഗ്രാഫ് വരും. ദിസ് വിൽ ബി ദി ഷേപ്പ് ഓഫ് ദി ഗ്രാഫ്. ഇത് എവിടെയാ ടച്ച് ചെയ്യുക? ഇൻഫിനിറ്റിയിൽ പോയിട്ട് ടച്ച് ചെയ്യും. ദിസ് വിൽ ബി ദി ഗ്രാഫ്. ഓക്കെ, അപ്പോ കറണ്ട് ഗ്രോത്തിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്. കറണ്ട് ഗ്രോത്തിന്റെ കേസാണ് പറഞ്ഞത്. അപ്പോ ഇതൊന്ന് ജസ്റ്റ് നോക്കിയേ. ഈ ഫിഗർ നോക്കിയിട്ട് നമ്മുടെ ഡെറിവേഷന്റെ തുടക്കത്തിലോട്ട് പോവാം. ഇനീഷ്യലി കറണ്ട് 0 ആണ്. ഇനീഷ്യലി കറണ്ട് 0 ആണ്. ഇനീഷ്യലി സ്വിച്ച് ക്ലോസ് ചെയ്ത ഉടനെ കറണ്ട് 0 ആണ്. ആഫ്റ്റർ എ വെരി ലോങ് ടൈം കറണ്ട് എത്രയാ? E/R. അപ്പൊ ഇനീഷ്യലി കറണ്ട് പാസ് ചെയ്യുന്നില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇനീഷ്യലി വെൻ ദി സ്വിച്ച് ഈസ് ക്ലോസ്ഡ് അറ്റ് t equal to 0, ഇൻഡക്ടർ ആക്ട് ആസ് എൻ ഇൻസുലേറ്റർ. ആ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യിക്കില്ല. മനസ്സിലായോ? Inductor does not permit any current initially. It acts as an insulator. Insulator ആയിട്ട് ആക്ട് ചെയ്യും. Okay, insulator ആയിട്ട് ആക്ട് ചെയ്യും. What about after a very long time? After a very long time, I is equal to E/R. അതായത് ഈ സർക്യൂട്ടിൽ എന്ത് മാത്രമുള്ള പോലെ? ഒരു റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ സർക്യൂട്ടിലുള്ള കറണ്ട് E/R അല്ലേ? സർക്യൂട്ടിലുള്ള കറണ്ട് E/R അല്ലേ? അല്ലേ? അതായത് സർക്യൂട്ടിൽ റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ എന്നുള്ള സിറ്റുവേഷൻ. അതായത് ആഫ്റ്റർ എ വെരി ലോങ് ടൈം ദി ഇൻഡക്ടർ ആക്ട്സ് ആസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ ഓർ ഇറ്റ് ഓഫേഴ്സ് നോ റെസിസ്റ്റർ. അത് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത പോലെയാണ് അത് എന്ത് ചെയ്യുന്നത്? ബിഹേവ് ചെയ്യുന്നത്. ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ടഡ് എലമെന്റ്. അതെന്ത് ചെയ്യുന്നില്ല? ഒരു റെസിസ്റ്റൻസും ഓഫർ ചെയ്യുന്നില്ല. ഇനീഷ്യലി ഇറ്റ് ആക്ട്സ് ആസ് എൻ ഇൻസുലേറ്റർ and finally after a very long time it acts as what? It acts as a perfect conductor or short circuited element or it offers no resistance. Okay, അപ്പൊ എത്രയാണ് ഞാൻ പറയാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. സോ അതിന്റെ ഡെറിവേഷൻ എഴുതിയിട്ടില്ലല്ലോ. ഡെറിവേഷൻ എഴുതിയിട്ടില്ല. അപ്പൊ ഫിഗർ വരച്ചോ? ഫിഗർ വരച്ചിട്ട് ഈ റൈറ്റിലുള്ള ഫിഗർ വരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഫിഗർ വരച്ചിട്ട് ഇങ്ങനെ എഴുതിക്കോ. When the switch is closed, the current starts to gradually grow. Through the circuit. സർക്യൂട്ടിലൂടെ എന്ത് ചെയ്യും? കറണ്ട് ഗ്രാജുവലി ഗ്രോ ചെയ്യാൻ തുടങ്ങും. Okay. So as the current grows, there is a potential difference developed across the what? Inductor. Inductor across ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് കറണ്ട് ഗ്രോത്തിന്റെ സിറ്റുവേഷൻ. കറണ്ട് ഗ്രോത്ത് എന്ന് എഴുതിയില്ലായിരുന്നോ? ഇനി ബാക്കി ടേക്ക് ദി ലൂപ്പ് ABCDA and apply Kirchhoff's law. അപ്ലൈ ചെയ്തതിലൊന്നും ഡൗട്ട് ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ പ്ലസ് ഇടുക, മൈനസ് ഇടുക, പൊട്ടൻഷ്യൽ റൈസ് ചെയ്യുമ്പോൾ പ്ലസ് ഇടുക. സ്ക്രോൾ ചെയ്യണോ? ബാക്കി ഡെറിവേഷൻസ് എഴുതിയേ, പെട്ടെന്ന് എഴുതട്ടോ.
ഇന്റഗ്രേഷൻ ആണ് ബാക്കി. ഇന്റഗ്രേഷന്റെ സംഭവം അതിനകത്ത് ടോ എന്താണ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ആ സംഭവങ്ങളൊക്കെ എന്താണ് ടോ. എഴുതിയോ? എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഇനി ബാക്കിയുള്ളത് നോക്കിയേ. ഗ്രാഫും കൂടി വരച്ചു. ഗ്രാഫും കൂടി വരക്കാം. ഓക്കെ, കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോ നീ ഇതിന് നോട്ടായിട്ട് എഴുതിക്കുന്നു. ഇപ്പൊ പറഞ്ഞ സംഭവങ്ങൾ തന്നെ. അല്ലെങ്കിൽ when the switch is closed, no current, അല്ലേ? I എന്താ കിട്ടുക? I equal to 0 passes. Inductor acts as an insulator. Inductor acts as an insulator. Insulator ആയിട്ട് act ചെയ്യും. As t tends to infinity, current I becomes എന്തായിട്ട് മാറും? E by R. Inductor behaves like a short circuit element. ആ ഇൻഡക്ടർ അവിടെ ഉള്ള പോലെ നമുക്ക് അറിയില്ല. ഇൻഡക്ടർ എന്ത് ചെയ്യും? ഇൻഡക്ടർ ബിഹേവ്സ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ടഡ് എലമെന്റ്. ഇൻഡക്ടർ ഒരു
ഷോർട്ട് സർക്യൂട്ടഡ് എലമെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇൻഡക്ടർ ബിഹേവ്സ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ടഡ് എലമെന്റ്. ഓക്കെ, സോ ഇത്രയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്തത്, ഇപ്പൊ കറണ്ട് ഗ്രോത്ത് അല്ലേ പറഞ്ഞേ, ഇനി കറണ്ട് ഡീക്ക്. കറണ്ട് ഡീക്ക് എഴുതുന്നതിന് മുമ്പ് കുറച്ചുകൂടി പറയാനുണ്ട്. ഇതിനകത്ത് എന്താണ് ടൈം കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞു അല്ലെ, ടൈം കോൺസ്റ്റന്റ് പറഞ്ഞു. അറ്റ് ടി ഈക്വൽ ടു ടോ, ടൈം കോൺസ്റ്റന്റിന് ഈക്വൽ ആവുമ്പോൾ, അല്ലെങ്കിൽ L/R എന്ന് പറയുന്ന ആ ടൈമിൽ, പർട്ടിക്കുലർ ടൈമിന് ഈക്വൽ ആവുമ്പോൾ, implies current becomes I0 into 1 minus e raised to minus tau by tau. So this is I0 into 1 minus e raised to minus 1. എന്ന് വെച്ചാൽ 1 minus 1 by e അല്ലെ, e raised to minus 1 എന്ന് പറഞ്ഞാൽ 1 by e അല്ലേ. 1 by e യുടെ വാല്യൂ എത്രയാ? വാട്ട് ഇസ് ദി വാല്യൂ ഓഫ് 1 by e? 1 by 2.718. അതിന്റെ വാല്യൂ വരിക 0.36 സംതിങ് ആണ്. This is 1 minus 0.37 അല്ലെങ്കിൽ 36 something. So this is 0.63 times I0. 36 something. 0.37 അടുത്തുള്ള വാല്യൂ ആണ്. So 0.63 times I0 എന്ന് വരും. 0.64 അല്ലെങ്കിൽ 0.63. 0.63 I0. എന്നിട്ട് T equal to tau. T equal to tau എന്ന് പറയുന്ന ടൈം ഗ്രാഫിനകത്ത് ഇവിടെ എവിടെയെങ്കിലും ആണ് ഉണ്ടാവുക. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. ആ ഗ്രാഫിൽ ജസ്റ്റ് മാർക്ക് ചെയ്യുക 0.63 I0. 0.63 I0. ഇതാണ് കറണ്ട് ഗ്രോത്തിന്റെ കേസ്. ദിസ് ഈസ് ദി കേസ് ഓഫ് കറണ്ട് ഗ്രോത്ത്. ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പറയാം. ഇനി അടുത്തത് കറണ്ട് ഡീകെ. കറണ്ട് ഡീകെ എങ്ങനെയാന്ന് ചോദിച്ചാൽ, സപ്പോസ് നമ്മളൊരു ഇൻഡക്ടറിലൂടെ എന്ത് ചെയ്യുന്നു, കറണ്ട് പാസ് ചെയ്യുന്നു. നമ്മളൊരു ഇൻഡക്ടർ ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ ആദ്യം കണക്ട് ചെയ്തു. ഇങ്ങനെ സർക്യൂട്ടിൽ കണക്ട് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു. അപ്പൊ ഫൈനലി ഇൻഡക്ടറിലൂടെ ഒരു പർട്ടിക്കുലർ കറണ്ട് പാസ് ചെയ്യും. there will be a particular amount of current in the inductor. ഇനി ഇൻഡക്ടർ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു വേറൊരു റെസിസ്റ്ററിലൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെയും ഒരു സ്വിച്ച്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഈ റെസിസ്റ്റൻസ് R ആണ്, ഇതിലൂടെ എന്ത് ചെയ്യും, ഒരു കറണ്ട് പാസ് ചെയ്യും, സ്റ്റഡി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യും അല്ലെ. ആഫ്റ്റർ എ വെരി ലോങ് ടൈം നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്നാ പറയാം കേട്ടോ. ഒരുപാട് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയും. സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ആണ് എന്ത് എന്ന് പറയുന്നത്, I0. നേരത്തെ പറഞ്ഞ I0 എന്ന് പറയുന്ന കറണ്ട്, ദിസ് കറണ്ട് ഈസ് കോൾഡ്, ഇതിനെന്ത് പറയും, സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് ആഫ്റ്റർ എ വെരി ലോങ് ടൈം ദിസ് വിൽ ബി ദി കറണ്ട്. അപ്പോ ഈ സ്വിച്ച് S1 എന്ന് പറയുന്ന സ്വിച്ച്, S2 എന്ന് പറയുന്ന സ്വിച്ച്, S1 ആദ്യം ക്ലോസ് ചെയ്യും, S2 ഓപ്പൺ ആക്കി വെക്കും. അപ്പോ താഴത്തെ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. കുറെ സമയം കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ്, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എത്തേണ്ട, നമ്മൾ എന്താണ്, ഒരു ആഫ്റ്റർ എ വെരി ലോങ് ടൈം എന്നാണ് ഫിസിക്സിൽ ഇൻഫിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും, I0 എന്ന് പറയുന്ന സ്റ്റഡി സ്റ്റേറ്റ് എത്തിയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യാണ്, S1 ഓപ്പൺ ചെയ്യാം, സൈമൾട്ടേനിയസ്ലി S2 എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഓക്കെ, S1 ഓപ്പൺ ചെയ്യുക, സൈമൾട്ടേനിയസ് ആയിട്ട് S2 ക്ലോസ് ചെയ്യുക. അപ്പൊ സർക്യൂട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക. ഇനീഷ്യലി അതിലൂടെയുള്ള കറണ്ട് എന്തുണ്ടാവും, I0 എന്ന് പറയുന്ന കറണ്ട് ഉണ്ടാവും. എങ്ങനെയായിരുന്നു കറണ്ട് ഫ്ലോ ചെയ്തിരുന്നത്, ഇങ്ങനെയായിരുന്നു കറണ്ട്. I0 ഇനീഷ്യലി ഉണ്ട്, അത് ഇതിലൂടെ പാസ് ചെയ്യാൻ തുടങ്ങും.
പക്ഷെ റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക? റെസിസ്റ്ററിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? റെസിസ്റ്ററിന് അക്രോസ് എന്ത് ഡിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങും? ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങും അല്ലെ? റെസിസ്റ്ററിന് അക്രോസ് ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡക്ടറിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് പോകുമ്പോൾ ½ Li0² എന്ന് പറയുന്ന ഒരു എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ കറണ്ട് റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങും. മുകളത്തെ കേസിൽ, അതായത് ഈ കേസിൽ ഡിസിപ്പേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഇല്ല. കാരണം പവർ ആര് സപ്ലൈ ചെയ്തോളും? ബാറ്ററി സപ്ലൈ ചെയ്തോളും. ആ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന പവറിൽ കുറച്ച് പാർട്ട് റെസിസ്റ്ററിന് അക്രോസും ബാക്കിയുള്ളത് ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ കേസിൽ ബാറ്ററി പവർ സപ്ലൈ ചെയ്യാനില്ല. ഇൻഡക്ടറിൽ എന്ത് എനർജി ആണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങും റെസിസ്റ്ററിന് അക്രോസ്. അപ്പോ ½ Li² എന്ന് പറയുന്ന എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് കുറഞ്ഞു വരും. എന്ന് വെച്ചാൽ കറണ്ട് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അവസാനം കറണ്ട് 0 ആയിട്ട് മാറും. കറണ്ട് ബിക്കംസ് 0 ഫൈനലി. നമ്മൾ അഗെയിൻ ഈ ചിത്രം മാത്രം വരച്ച്, ഈ ഫിഗർ മാത്രം വരച്ചാൽ മതി. ഇതിന്റെ ഒപ്പം തന്നെ എഴുതിക്കോ ABCD. ABCDയിൽ നമ്മൾ കിർച്ചോഫ്സ് ഏതാണ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ABCDയിൽ കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പറഞ്ഞേ. A to B മൂവ് ചെയ്യും. ABCD -L into di/dt -L into di/dt അല്ലേ? -IR equal to 0. -L, അതായത് A to B കറണ്ടിന്റെ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യണേ. I എന്ന് പറയുന്ന കറണ്ട് ആണ് മറ്റേ പർട്ടിക്കുലർ റെസിസ്റ്റന്റ് ഉള്ളതെന്ന് വിചാരിച്ചു. -IR. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് IR അങ്ങോട്ട് പോകും, പ്ലസ് ആയിട്ട് മാറും. പിന്നെ DT അങ്ങോട്ട് കൊണ്ടുപോകാം, ഐനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, എല്ലിനെയും അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഫൈനലി ആൻസർ കിട്ടാൻ പോകുന്നത് di/I equal to -RdT/L. ഇതാണോ? IR അങ്ങോട്ട് കൊണ്ടുപോയി, ഇവിടുന്ന് L/dt അങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ട് ഐനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? ഞാൻ മറ്റേ സ്റ്റെപ്പിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളൂ. ഇന്റഗ്രേറ്റ് ചെയ്യാം. ടൈം 0 to t. ചെയ്യേണ്ട എവിടെ നിന്നാണ് ഇന്റഗ്രേഷൻ? ഇന്റഗ്രേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എവിടെ നിന്നാണ് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്? 0 to I എന്നാണോ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? 0 to I ആണോ? അല്ല, ഇനീഷ്യലി ഓൾറെഡി ഒരു കറണ്ട് ഉണ്ട് I0. അത് കുറഞ്ഞ് I ആയിട്ട് മാറാം. അത് കുറഞ്ഞ് അവസാനം അത് 0 ആയിട്ട് മാറും. സോ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഇതാണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഇന്റഗ്രേറ്റ് ചെയ്താൽ R/L t എന്ന് വരും, 0 to t. ഇവിടെ ln I എന്ന് വരും. ln I എവിടെ നിന്ന് എങ്ങോട്ടാ? I0 to I. So it will be ln I minus ln I0 is equal to minus R/L t എന്ന് വരും. ln I/I0 is equal to minus R/L t എന്ന് വരും. I/I0 is equal to e raised to minus R/L t, or I is equal to I0 e raised to minus R/L t എന്ന് വരും. raised to minus R/L t, or I is equal to I0 e raised to minus t/tau. I equal to I0 e raised to minus t/tau. I equal to I0 e raised to minus t/tau. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഗ്രാഫ് വരച്ചാല് at t equal to എന്താണ്? L/R called time constant. T equal to 0, I0 into e raised to 0, that is e raised to 0 is 1. So I equal to I0. T tends to infinity, e raised to minus infinity, എന്താണ്? I becomes 0. Finally current 0 ആയിട്ട് മാറും. എനർജി മൊത്തം ഡിസിപ്പേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും ആർക്ക് അക്രോസ്? റെസിസ്റ്ററിന് അക്രോസ്. ഓക്കെ, നൗ ഗ്രാഫ് വരക്കാം.
ഐ ടി, കറണ്ട് ഡി കെ ആണ്. ഈ സെയിം സംഭവം ഏതിനകത്ത് പഠിക്കും നിങ്ങൾ? കപ്പാസിറ്ററിനകത്തും പഠിക്കും കേട്ടോ. കപ്പാസിറ്ററിനകത്തും പഠിക്കും. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ വരും. ഇനീഷ്യലി I0 ഉണ്ടായിരുന്നു. ടോ എന്ന് പറയുന്ന ടൈമിൽ എത്ര കറണ്ട് ബാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞേ. ടൈം കോൺസ്റ്റന്റിൽ എത്ര കറണ്ട് ബാക്കി ഉണ്ടാവും? പെട്ടെന്ന് പറഞ്ഞേ. ഹൗ മച്ച് കറണ്ട് വിൽ ബി റിമൈനിങ് ഇൻ ടൈം കോൺസ്റ്റന്റ് ആഫ്റ്റർ എ ടൈം കോൺസ്റ്റന്റ്? എത്ര കറണ്ട് ബാക്കി ഉണ്ടാവും? T equal to ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I0 by E ഇല്ലേ? 1/E യുടെ വാല്യൂ ഞാൻ എത്രയാ പറഞ്ഞേ? 0.36 അല്ലെങ്കിൽ 0.37, ഏതെടുത്താലും കുഴപ്പമില്ല. 0.36 I0 ബാക്കി. മനസ്സിലായോ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് LR സർക്യൂട്ടിന്റെ കേസ്. LR സർക്യൂട്ടിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ആദ്യം കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഇത് എഴുതിയല്ലേ ഈ സംഭവം? കറണ്ട് ഡി കെയുടെ കേസ് എഴുതിയല്ലേ? എഴുതാത്തവർ പെട്ടെന്ന് എഴുതിക്കോ. കറണ്ട് ഡി കെ ഈ മുകളത്തെ ഫിഗർ വരക്കണമെന്നില്ല, താഴത്തെ ഫിഗർ മാത്രം വരച്ചാൽ മതി. ഇനീഷ്യലി ഒരു കറണ്ട് I0 ഉണ്ട്, അത് റെസിസ്റ്ററിനെ ക്രോസ് ഡിസിപ്പേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ. ഇനീഷ്യലി ഒരു കറണ്ട് I0 ഉണ്ട്, അത് റെസിസ്റ്ററിനെ ക്രോസ് ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, എഴുതിയോ? പെട്ടെന്ന് എഴുതിയേ, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാം. എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. എഴുതിയില്ലേ? ഇതാണ് കറണ്ട് ഡി കെ, കറണ്ട് ഗ്രോത്ത് സംഭവം. ഒരു ക്വസ്റ്റ്യൻ എഴുതിയേ. റൈറ്റ് വൺ ക്വസ്റ്റ്യൻ. ആറായി. ഫൈൻഡ് ഒരു സംഭവം കൂടി ഇൻസേർട്ട് ചെയ്യാനുണ്ട്. ഒരു സ്വിച്ച് ഫൈൻഡ് I1, I2 and I3. ഫസ്റ്റ് എപ്പോഴാണ്? when switch is just closed.
seconds after a long time. After a long time. ഒരുപാട് സമയം കഴിഞ്ഞിട്ട് കറണ്ട് എന്തായിരിക്കും? ഇപ്പൊ കറണ്ട് ടി ഈക്വൽ ടു 0 കറണ്ട് എന്തായിരിക്കും? ഒരുപാട് സമയം കഴിഞ്ഞാൽ കറണ്ട് എന്തായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു ലോജിക് അപ്ലൈ ചെയ്യാം. എന്ത് ലോജിക്കാണ് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു. നമ്മളോട് ഇടയിലുള്ള കറണ്ട് ഒന്നും ചോദിച്ചിട്ടില്ല. തുടക്കത്തിലെയും അവസാനത്തിലെയും അറ്റ് ടൈം ടി ഈക്വൽ ടു I0 e raised to മൈനസ് അതൊന്നും ചോദിച്ചിട്ടില്ല നമ്മളോട്. നമ്മളോട് ചോദിച്ചത് എന്താണ്? തുടക്കത്തില് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള കറണ്ട് എന്താണ്, ഫൈനലി എന്താണ് കറണ്ട്? എന്ത് ലോജിക് ആയിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരിക? ഞാനിപ്പോ പറഞ്ഞൊരു സംഭവമാണ്. എന്താണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ആരെങ്കിലും? ഇൻഡക്ടറിന്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. എന്താണ് ആ പ്രോപ്പർട്ടി? അല്ലെങ്കിൽ ഇൻഡക്ടറിന്റെ ബിഹേവിയർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എന്താണ് ആ ബിഹേവിയർ? ഇനീഷ്യലി അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. After a long time it will behave as, after a very long time it will behave as short circuited element. After a long time it will behave as short circuited element. അപ്പോ ഇനീഷ്യലി ആ I3 എന്ന് പറയുന്ന ഇൻഡക്ടറിന്റെ ബ്രാഞ്ചിലൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പൊ ടി ഈക്വൽ ടു 0 അല്ലെ, ടി ഈക്വൽ ടു 0 സർക്യൂട്ട് ഇത്രയും മതി. ഈ ഇങ്ങോട്ടുള്ള ഈ ബ്രാഞ്ചിലൂടെ അല്ലെ, ഇങ്ങോട്ടുള്ള ഈ ബ്രാഞ്ചിലൂടെ എന്ത് പാസ് ചെയ്യില്ല? കറണ്ട് പാസ് ചെയ്യില്ല. ഇത്രയും മതി. ആർ ഇവിടുന്ന് വരുന്ന കറണ്ട് I1, ഇങ്ങോട്ട് I2, ഇങ്ങോട്ടുള്ള കറണ്ട് 0 ആയിരിക്കും. ആ ബ്രാഞ്ചിലൂടെ കറണ്ട് പാസ് ചെയ്യില്ല. ഇനീഷ്യലി I1 is equal to V/2R. ഇക്വലന്റ് റെസിസ്റ്റൻസ് 2R അല്ലേ? സിമിലർലി I2 എന്ത് തന്നെ വരും? ഫുൾ കറണ്ടും അതിലൂടെ തന്നെയാണ് പാസ് ചെയ്ത് പോകുന്നത്. V/2R. After a very long time കണ്ടുപിടിച്ച്, after a very long time inductor acts as a, after a very long time inductor acts as a short circuited element. അതൊരു ഷോർട്ട് സർക്യൂട്ടഡ് എലമെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇതിനകത്ത് പഠിപ്പിക്കാൻ ട്രാൻസ്ഫോമർ, പിന്നെ after a very long time I1, I2, I3 ഒക്കെ പറഞ്ഞേ. after a very long time inductor behaves, ഇൻഡക്ടർ ഇല്ല സർക്യൂട്ടിൽ, ഇൻഡക്ടർ ഇല്ല, ബാക്കിയെല്ലാം അതേപോലെ വരയ്ക്കും. ഇൻഡക്ടർ ഒരു ഷോർട്ട് സർക്യൂട്ടഡ് എലമെന്റ് പോലെ വരും. as t tends to infinity, ടൈം ഇൻഫിനിറ്റിയിലോട്ട് പോകും തോറും ദി സർക്യൂട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ റെസിസ്റ്റർ R1 ഉണ്ടാവും, പിന്നെ അപ്പുറത്തെ റെസിസ്റ്റർ ഉണ്ട്, ഇപ്പുറത്തെ ഇൻഡക്ടർ വരക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇൻഡക്ടർ ബിഹേവ്സ് ആസ് എ ഷോർട്ട് സർക്യൂട്ട് എലമെന്റ്. ആ ഇൻഡക്ടറിനെ നമുക്ക് ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. ധാര R, ധാര R, ധാര R. ഇക്വലന്റ് റെസിസ്റ്റൻസ് എത്ര വരും? ഇവിടെ എത്രയാ? R/2, പിന്നെ R അതിനോട് സീരീസ്. ഈ ആറും ആറും പാരലൽ, R അതിനോട് സീരീസ്. 3R/2 ആണ് ഇക്വലന്റ് റെസിസ്റ്റൻസ്. ടോട്ടൽ ബാറ്ററിയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് V/3R/2, അല്ലെങ്കിൽ എത്ര വരും? 2V/3R. അത് ഇവിടെ ഇങ്ങോട്ട് R ഉണ്ട്, താഴേക്ക്. ഇത് രണ്ടും ഈക്വൽ റെസിസ്റ്റൻസസ് ആണ്. ഈ പാരലൽ അവിടെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. കാരണം എന്താ? രണ്ടും സെയിം വാല്യൂസ് ആണ് അല്ലെ. പാരലൽ കോമ്പിനേഷനിൽ രണ്ട് സെയിം റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ സ്പ്ലിറ്റ് ഈക്വലി, ഈക്വലി സ്പ്ലിറ്റ് ചെയ്യും. It will split equally, so that will be 0. That will be, sorry, 0 അല്ല, V/3R, V/3R എന്ന് വരും. ബാക്കി രണ്ടും V/3R, V/3R. ടോട്ടലി 2V/3R വരും. I2 I3 V/3R വരും അല്ലേ. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതാണ് ഇൻഡക്ടറിന്റെ സിമ്പിൾ സർക്യൂട്ട് സോൾവ് ചെയ്യേണ്ട മെത്തേഡ്. ഇതേപോലത്തെ സർക്യൂട്ട് കപ്പാസിറ്ററിലും ഉണ്ടാവും. കപ്പാസിറ്റർ നേരെ തിരിച്ചാണ് ബിഹേവ് ചെയ്യുക. പഠിച്ചിട്ടുണ്ടോ? കപ്പാസിറ്റർ നേരെ തിരിച്ചാണ് ബിഹേവ് ചെയ്യാന്ന്.
initially capacitor insulator ആയിട്ട് act ചെയ്യും. Okay, and after a very long time capacitor will behave like a initially capacitor short circuited ആയിട്ട് act ചെയ്യും. After a very long time capacitor behaves like an insulator. It will not conduct current after a very long time. When the capacitor is fully charged, it will not conduct any more current. Current conduct ചെയ്യില്ല. ഇതിന് ഇൻഡക്ടറിന്റെ നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ ആണ് കപ്പാസിറ്ററിന് ഉണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ഇറ്റ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. ഇവിടെ എന്തെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാ സർക്യൂട്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 80 നോക്കി. 80 കാണുന്നുണ്ടോ? 80 ക്വസ്റ്റ്യൻ നമ്പർ 80 ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഞാൻ എന്നോട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചവർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച പേപ്പറാണ്. പക്ഷെ ആകെ കറണ്ട് ഇലക്ട്രിസിറ്റി ഇപ്പൊ ആകെ 2-3 പേരെ എനിക്ക് സോൾവ് ചെയ്ത് അയച്ചു തന്നത്. അവർക്ക് ഞാൻ മാഗ്നറ്റിക്സ് അയച്ചു കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റിക്സിൽ കുറെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്നാലും ചെയ്യാൻ നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 80. അഖിലൊക്കെ കറണ്ട് വാങ്ങിക്കൊണ്ടിരുന്നല്ലോ. അഖില്, ഫിദ, ഫാദിൽ ഇവരൊക്കെ കൊണ്ടുപോയിട്ടൊന്നും തിരിച്ചു വന്നില്ലല്ലോ. വേറെ ആരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. ക്വസ്റ്റ്യൻ നമ്പർ 80 നോക്കിയേ. 80 നമ്പർ 80. Number 80. A coil of resistance 40 ohm connected across a 4-volt battery. 0.1 second. After 0.1 seconds, the battery is connected. 0.1 second after the battery is connected, the current in the coil is 63 milliampere. 63 milliampere. Find the inductance of the coil. Find the inductance of the coil. Question എഴുതിയെടുത്തോ? എഴുതിയെടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തു. എന്ത് വേണമെങ്കിലും ചെയ്താലും മതി. ക്വസ്റ്റ്യൻ ചെയ്തേ. സർക്യൂട്ടിൽ എന്തൊക്കെയാ ഉള്ളത്? ഒരു ഇൻഡക്ടർ, ഒരു റെസിസ്റ്റർ, ഒരു ബാറ്ററി, EMF 4 വോൾട്സ്, റെസിസ്റ്റൻസ് 40 ഓംസ്, ഇൻഡക്ടൻസ് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്കറിയാം I0ന്റെ വാല്യൂ നമുക്കറിയാം. I0 ഈസ് E/R അല്ലെ. ആഫ്റ്റർ എ വെരി ലോങ് ടൈം ഇൻഡക്ടർ ഇല്ല എന്ന് വിചാരിച്ചിട്ടുള്ള കറണ്ട് ആണ് I0. That is 4/40, that is 0.1 ampere or 100 milliampere. 100 into 10 raised to minus 3 എഴുതിക്കൂടെ അതിനെ? 1 into 10 raised to minus 1 or 100 into 10 raised to minus 3. അപ്പൊ ലോജിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും. 63 milliampere എന്ന് പറഞ്ഞാൽ ബേസിക്കലി എപ്പോഴാണ് ആവുക? 4 ഹെൻറി വരും ആൻസർ. 63 milliampere എപ്പോഴാണ് ആവുക? T equal to tau ആണെന്ന് നമുക്കറിയാം അല്ലെ. T equal to tau ആണെന്ന് നമുക്കറിയാം. അതല്ലെങ്കിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് 63 milliampere. I equal to I0 into 1 minus e raised to minus t by tau. 63 is equal to 100 into 1 minus e raised to minus t by tau. So ഇതിനകത്ത് നിന്ന് കിട്ടും e raised to minus t by tau is equal to 0.36 അല്ലെങ്കിൽ 0.36 അല്ലെങ്കിൽ 0.37. സോ അല്ലേ, സോ ടി ബൈ ഈ സംഭവം 1 ആണെന്ന് മനസ്സിലാവും. e raised to minus 1 is equal to 0.36. So t by tau is equal to 1. T is equal to tau.
സോ 0.1 സെക്കൻഡ് എന്ന് പറയുന്നത് ടോ ആണ്, L/R ആണ്. ആറിന്റെ വാല്യൂ 40 ആണ്. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചിരുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് കിട്ടിയ കറണ്ട് 100 മില്ലി ആംപിയർ ആണ്. 63 എന്ന് പറഞ്ഞാൽ അതിന്റെ 0.63 ടൈംസ് ആണ്. 100ന്റെ 0.63 ടൈംസ് ആണ് 63. അപ്പോഴുള്ള അത് എപ്പോഴാണ് ആവുക? T ഈക്വൽ ടു ടോയിലാണ് അല്ലെ? T ഈക്വൽ ടു ടോയിലാണ് കറണ്ട് ഗ്രോത്തിന്റെ കേസിൽ എന്തായിട്ട് മാറുന്നത്? 63 ടൈംസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം നമുക്ക്. 80 ക്വസ്റ്റ്യൻ ചെയ്തു. 81 ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ വേണ്ടി വരും. കാരണം ഇറേസ്റ്റ് ഓരോ വാല്യൂസ് വരും. Find di/dt അതിനൊക്കെ ഇത് വേണ്ടി വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 88 നോക്കി. 88 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം, പക്ഷെ അതിന്റെ വാല്യൂസ് അത്ര നല്ല വാല്യൂസ് അല്ല. നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. സ്ക്രീൻഷോട്ട് എടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്തു. A solenoid having inductance 4 Henry and resistance 10 ohm is connected to a 4 volt battery at T equal to 0. Find the time constant. അപ്പൊ സോളിനോയിഡിന് തന്നെ എന്തുണ്ട്? ഇൻഡക്ടർ ഉണ്ട്, ഇൻഡക്ടൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ അതൊരു LR സർക്യൂട്ട് ആണ്. നമ്മളിപ്പോ വരച്ച പോലെ സീരീസിൽ ആറും എല്ലും. ഇപ്പൊ ഒരു സെല്ലിന് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ സൈഡിൽ ആ റെസിസ്റ്റൻസ് വരക്കാറില്ലേ? ഒരു EMF അതിന്റെ സൈഡിൽ ഒരു റെസിസ്റ്ററും വരക്കും, സ്മോൾ റെസിസ്റ്റർ R വരക്കാറും. അതേപോലെ തന്നെ അതിന്റെ റെസിസ്റ്റൻസ് ആണ് ഇവിടെ. സോളിനോയിഡിന്റെ റെസിസ്റ്റൻസ് അതിന്റെ സൈഡിൽ വരക്കണം, ഇൻഡക്ടറിന്റെ സൈഡിൽ 10 ohm എന്ന് പറഞ്ഞിട്ട് വരക്കണം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 88 ചെയ്തേ, പെട്ടെന്ന് ചെയ്തേ. Time constant. Time elapsed before reaches 0.63 of its steady state value. The power delivered by battery at this instant. The power dissipated in joule heating at this instant. ചെയ്തോടെ, ചെയ്യാൻ തുടങ്ങിയോ? അപ്പൊ നമുക്കൊരു സോളിനോയിഡ് ആണുള്ളത്. അതിന്റെ റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്, ഇൻഡക്റ്റൻസും തന്നിട്ടുണ്ട്. ഈസ് കണക്റ്റഡ് അക്രോസ് ഏതോ ഒരു സെൽ. ഇനി വാല്യൂസ് നോക്കിയാൽ മതി. 4 Henry 10 ohm 4 volt. 4 Henry 10 ohm 4 volts. ഇതാണ് സർക്യൂട്ട്. ഫസ്റ്റ് ചോദിച്ചത് ടൈം കോൺസ്റ്റന്റ്. സെക്കൻഡ് ചോദിച്ചത് എപ്പോഴാണ് 0.63 I0 ആയിട്ട് മാറുക? അതെപ്പോഴാ? അതറിയില്ലേ? ടോയിൽ തന്നെയല്ലേ 0.63 I0 ആവുക. മൂന്നാമത് ചോദിച്ചത് പവർ ഡെലിവേർഡ് ബൈ ദി സെൽ. പവർ ഡെലിവേർഡ് ബൈ സെൽ അറ്റ് ദിസ് മൊമെന്റ്, അറ്റ് ദിസ് ഇൻസ്റ്റന്റ്. നാലാമത്തത് ഹീറ്റ് അല്ലെങ്കിൽ ജൂൾ ഹീറ്റിംഗ്, ഹീറ്റ് ലോസ്റ്റ്, റേറ്റ് ഓഫ് ഹീറ്റ് ലോസ് അറ്റ് ദിസ് ഇൻസ്റ്റന്റ്. ആ ഇൻസ്റ്റന്റിലെ റേറ്റ് ഓഫ് ഹീറ്റ് ലോസ്. പവർ ഡെലിവേർഡ് ബൈ ദി സെൽ ചോദിച്ചിട്ടുള്ളതാണ്. മൂന്നാമത് പവർ ഡെലിവേർഡ് ബൈ ദി സെൽ. ഇതിന്റെ സൈഡിൽ സോൾവ് ചെയ്യാം. ഇങ്ങനെ ആവുമ്പോ കാണുമോ നിങ്ങൾക്ക്? ഓക്കെ, അതായത് അവിടെ ചെയ്യാം. ചെയ്തേ ക്വസ്റ്റ്യൻ ചെയ്തേ.
സോ ടൈം കോൺസ്റ്റന്റ് കിട്ടിയില്ലേ? ടോ എത്രയാ? ടോ ഫസ്റ്റ് വൺ ടൈം കോൺസ്റ്റന്റ് ടോ. എന്താണ് ടൈം കോൺസ്റ്റന്റ്? L/R 0.4 seconds. 0.4 seconds. സെക്കൻഡ് വൺ എന്താ ചോദിച്ചത്? സെക്കൻഡ് വൺ എന്താണ് ചോദിച്ചത്? കറണ്ട് 0.63 ടൈംസ് ആവുക അറ്റ് T equal to ടോ തന്നെയല്ലേ? ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത് ചോദിച്ചത് ഈ സമയത്ത് അസമയത്ത് അല്ല ഈ സമയത്ത് എന്താണ് പവർ ഡെലിവേർഡ് ബൈ ദി സെൽ? സെല്ല് ഡെലിവർ ചെയ്യുന്ന പവർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സെല്ല് ഡെലിവർ ചെയ്യുന്ന പവർ എന്താണ്? അതിന്റെ EMF ഇൻറ്റു അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ്. EI ആണ്. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചു, അതല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു. E ഇൻറ്റു I ആണ് അല്ലെ? സെല്ലിനക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സെല്ല് സപ്ലൈ ചെയ്യുന്ന പവർ സപ്ലൈഡ് ബൈ ദി സെൽ ഈസ് അതിന്റെ EMF ഇൻറ്റു കറണ്ട് ആണ്. Now tell me, what is that current at that particular instant? That is 0.63 times the maximum current. Maximum current in the 0.63 times ആയിരിക്കും. So I that particular instant is 0.63 times I0. അല്ലേ? I0 എത്രയാ? I0 ചീള് കേസല്ലേ I0 എന്നൊക്കെ പറയുന്നത്. എത്രയാ? I0 is 1 ആണോ? I0 0.4 അല്ലേ? 4 by resistance EMF അല്ലേ? E/R അല്ലേ I0? 4 by 10 0.4 ആംപിയർ. സോ ആ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ I എന്ന് പറയുന്നത് 0.63 ഇൻറ്റു 0.4. 0.63 ഇൻറ്റു 0.4 എത്രയാ? 2.252 ആണോ? 0.252. യെസ്, 0.252. സോ പവർ ഈസ് 4 into 0.252 power supplied by the cell. Cell supply. So this will be 1 point something. 1.008 അല്ലെങ്കിൽ 1 watts. 1 watts. Power supplied by the cell is 1 watts. ഇനി അടുത്ത ചോദിച്ചത് എന്താണ്? What is the joule heating? Joule heating lost. Joule heating. The power dissipated in joule heating at this moment. അതായത് ജൂൾ ഹീറ്റിംഗ് ആയിട്ട് എത്ര ഡിസിപ്പേറ്റ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് എന്താണ്? വാട്ട് ഈസ് മെന്റ് ബൈ ദാറ്റ് ക്വസ്റ്റ്യൻ? റെസിസ്റ്ററിന് അക്രോസ് എത്ര പവർ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു? ഹൗ മച്ച് പവർ ഈസ് ഡിസിപ്പേറ്റഡ് അറ്റ് ദിസ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് അക്രോസ് ദി റെസിസ്റ്റർ? റെസിസ്റ്ററിന് അക്രോസ് എത്ര പവർ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു? റെസിസ്റ്ററിന് അക്രോസ് എത്ര ഡിസിപ്പേറ്റ് ചെയ്ത് പോകും? റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് നമുക്കറിയാം, കറണ്ട് 0.252. പിന്നെ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതിയാവും? I²R ചെയ്താൽ മതിയാവും. I²R ചെയ്താൽ മതിയാവും. So power dissipated across resistor is I²R. That is 0.252 the whole squared into 10. 0.25 ന്റെ സ്ക്വയർ എത്രയാ? 25 ന്റെ സ്ക്വയർ എത്രയാ? 25 ന്റെ സ്ക്വയർ 625. 625. അപ്പൊ ഇതിനകത്ത് 0.0625 എന്ന് വരും. അപ്രോക്സിമേറ്റ്ലി 0.0625 into 10. 0.625 എന്ന് വരും. അപ്രോക്സിമേറ്റ് ആട്ടോ, ഇതൊക്കെ എന്റെ മനക്കണക്കുകളാണ്. ഓക്കെ. So this much heat is dissipated across the resistor. ഇപ്പൊ സെല്ല് സപ്ലൈ ചെയ്യുന്നത് 1 watts ആണ്. റെസിസ്റ്ററിന് അക്രോസ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത് 0.625 ആണ്. അപ്പൊ ബാക്കിയുള്ള അവിടെ പോയി. അപ്പൊ ബാക്കി ഒരു ഏകദേശം 0.37 അല്ലെ സംതിങ് ബാക്കിയുണ്ട്.
ഏകദേശം ഒരു 0.37 സംതിങ് ബാക്കിയുണ്ട്. ഇതെവിടെ പോയി? 0.37 വാട്ട്സ് എവിടെ പോയി? സെല്ല് 1 വാട്ട് സപ്ലൈ ചെയ്തു, റെസിസ്റ്ററിന് അക്രോസ് 0.625 ഡിസിപ്പേറ്റ് ചെയ്തു. ഇനിയും ബാക്കി ഒരു 0.375 ഇനിയും ബാക്കിയുണ്ട്. അതെവിടെ പോയി? അത് സ്റ്റോർ ചെയ്യും അല്ലേ? അപ്പോ ഇൻഡക്ടറിൽ ഈ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ എത്ര എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആ ബാക്കിയുള്ളത് ഇൻഡക്ടറിൽ എന്ത് ചെയ്യാണ്? സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. റിമൈനിങ് എനർജി വേണമെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഹൗ മച്ച് വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് എനർജി സ്റ്റോർഡ് ഇൻ ദി ഇൻഡക്ടർ അറ്റ് ദിസ് ഇൻസ്റ്റന്റ്? ഈ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഇൻഡക്ടറിൽ എനർജി സ്റ്റോർ ചെയ്യുന്ന റേറ്റ് എന്താണെന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എങ്ങനെ ചെയ്തിട്ട് ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്യുന്നു എന്ന് പറയും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് LR സർക്യൂട്ട്. LR സർക്യൂട്ടിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ട്, ഞാനത് പിന്നെ പറയാം. ഇനി അടുത്തൊരു സംഭവമാണ്, ഞാൻ ഇൻഡക്ടർ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ സംഭവമാണ് എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. എനർജി ഡെൻസിറ്റി ഇൻസൈഡ് ആൻ ഇൻഡക്ടർ. ഇൻസൈഡ് ആൻ ഇൻഡക്ടർ. എനർജി ഡെൻസിറ്റി ഇൻസൈഡ് ആൻ ഇൻഡക്ടർ. ഓക്കെ, എനർജി ഡെൻസിറ്റി ഇൻസൈഡ് ആൻ ഇൻഡക്ടർ. സോ നമുക്ക് ഒരു സോളിനോയിഡ് ഇൻഡക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്താണ്? യു എന്ന് പറയുന്നത് ഹാഫ് LI സ്ക്വയർ ആണ്. ഹാഫ് LI സ്ക്വയർ ആണ്. ഓക്കെ, സോ യു എന്ന് പറയുമ്പോൾ എൽ എന്താണ്? വാട്ട് ഈസ് എൽ? വാട്ട് ഈസ് എൽ? ഇൻഡക്റ്റൻസ്. ഇതൊരു സോളിനോയിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻഡക്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഹൗ കൻ വി റൈറ്റ് ദി ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്? സോളിനോയിഡിന്റെ ഇക്വേഷൻ മുമ്പ് പറഞ്ഞ ഓർമ്മയില്ലേ? സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ, പല ഇക്വേഷൻസ് പറഞ്ഞിരുന്നു. ഒരു ഇക്വേഷൻ μ0 ഇങ്ങനെ ആലോചിച്ചാൽ മതി. മാഗ്നറ്റിക് എന്താണ്? ഫ്ലക്സ്. ഫ്ലക്സ് φ = Li ആണ്. ഞാൻ ഡെറിവേഷൻ തൊട്ട് പറഞ്ഞുതരാം. φ = Li ആണ് അല്ലേ? അപ്പൊ I ഒഴിച്ച് ബാക്കി ഫൈയിൽ വരുന്ന സംഭവം. അപ്പൊ BA ആണ് അല്ലെ? φ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ആണ്. NBA എന്ന് വരും, നമ്പർ ഓഫ് കോയിൽസ്. സോ B എന്ന് പറയുന്നത് μ0 Ni ആണ്, ഇൻറ്റു N ആണ്. അപ്പൊ ഇതെന്തായി? μ0 Ni മാഗ്നറ്റിക് ഫീൽഡ് ആയി, ഇൻറ്റു N ഇൻറ്റു πr², അല്ലെങ്കിൽ ഇൻറ്റു N ഇൻറ്റു ഏരിയ. മനസ്സിലായോ? സോ ദിസ് വിൽ ബി μ0 N ഇൻറ്റു, ഈ ക്യാപിറ്റൽ N വേണമെങ്കിൽ എന്ത് എഴുതാം? സ്മോൾ n ഇൻറ്റു L എന്ന് എഴുതാം. സോ അത് N² L ഇൻറ്റു πr² ഇൻറ്റു I എന്ന് വരും. അപ്പൊ ഈ ബാക്കിയുള്ള ഈ ടേം ആണ് അല്ലെ? φ = Li ബാക്കിയുള്ള ഈ ടേം ആണ്. I ഒഴിച്ച് ബാക്കിയുള്ള ടേം ആണ് എന്തെന്ന് പറയുന്നത്? ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡക്റ്റൻസ്. ഓക്കെ, സോ ഈ ടേമിന് L ഇൻറ്റു πr² വേണമെങ്കിൽ എന്തായിട്ടും എഴുതാം? വോളിയം എന്ന് എഴുതാം. ദാറ്റ് ടേം ഈസ് വോളിയം. നമ്മൾ ഡിറൈവ് ചെയ്ത സംഭവമാണ്, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. μ0 N² V, μ0 N² V, V is the volume, into I². മനസ്സിലായോ? നീ വോളിയം ഇങ്ങോട്ട് കൊണ്ടുവരാ, അല്ലെങ്കിൽ രണ്ട് സൈഡും വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ this will be, if we divide both sides by volume, half into μ0² N² I². മുകളിൽ μ0 ഉള്ളൂ, ഞാനൊരു μ0² കൊണ്ട് ഒരു μ0 ഉള്ളായിരുന്നു, ഒരു μ0² അല്ല, ഒരു μ0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് μ0² ആക്കി മാറ്റിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഒരു μ0. വ്യത്യാസം ഉണ്ടോ? മുകളിൽ ഒരു μ0 ഉള്ളൂ കേട്ടോ, മുകളിൽ ഒരു μ0 ഉള്ളൂ, പക്ഷെ ഞാനൊരു μ0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് μ0 N² ആക്കി, μ0² ആക്കി. ഈ മുകളിലത്തെ ടേം ഏതാണ്? വാട്ട് ഈസ് ദിസ് അപ്പർ ടേം? What is the term? B², അല്ലേ? B². Very good. The upper term is B². μ0 Ni അല്ലേ the field inside a solenoid? The field inside a solenoid is μ0 Ni. So U by V, energy stored per unit volume, അല്ലേ? U by V. അതിനെ നമ്മൾ എന്താ പറയാ?
ദാറ്റ് ഈസ് കോൾഡ് എനർജി ഡെൻസിറ്റി. അതിനെയാണ് നമ്മൾ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത്. യു ബൈ ഡി, എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. അതിന് ഞാൻ എന്ത് എഴുതുന്നു? സ്മോൾ യു, കുഞ്ഞു എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് ഗിവൺ ബൈ ഹാഫ് ഇൻറ്റു b square by mu 0, where b is equal to mu 0 ni. b square by mu 0 or u is equal to b squared by 2 mu 0. b squared by 2 mu 0. This is the energy density inside the magnetic field. Magnetic field il ulla energy density ennu parayunnathu b square by 2 mu 0 ആണ്. ഇലക്ട്രിക് ഫീൽഡിലുള്ള എനർജി ഡെൻസിറ്റി പഠിച്ചിരുന്നോ? കപ്പാസിറ്റൻസിന്റെ കേസിൽ, കപ്പാസിറ്റേഴ്സിന്റെ കേസിൽ പഠിച്ചിരുന്നോ? എനർജി ഡെൻസിറ്റി ഇൻ ദി റീജിയൻ ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ ഇടയിലുള്ള എനർജി ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ടോ? ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചതാണോ? പഠിച്ചതാണെങ്കിൽ പഠിച്ചു എന്ന് പറയും, ഇല്ലെങ്കിൽ അതും കൂടി ഡിറൈവ് ചെയ്യാനാണ്. എനർജി ഡെൻസിറ്റി ഇൻസൈഡ് ദി കപ്പാസിറ്റർ പഠിച്ചിട്ടുണ്ടോ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ ഹലോ ഹലോ. കപ്പാസിറ്ററിന്റെ ഉള്ളിലുള്ള എനർജി ഡെൻസിറ്റി പഠിച്ചതാണോ? ഹാഫ് എപ്സിലോൺ 0 ഈ സ്ക്വയർ എന്ന് പറയുന്നത് പഠിച്ചതാണോ? സാൻഡ്ര, അഖിൽ പഠിപ്പിച്ചിട്ടില്ല? ഓക്കെ, ഏതായാലും പഠിപ്പിക്കുകയായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. ഇനി ഇലക്ട്രിക് ഫീൽഡിൽ അല്ലെങ്കിൽ കപ്പാസിറ്ററിന്റെ കേസിൽ കമ്പയറിങ്, ഞാനിത് കപ്പാസിറ്ററുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകും. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി അറിയില്ലേ? കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഹാഫ് സി വി സ്ക്വയർ. ഇത് പഠിപ്പിച്ചതല്ലേ? ഹാഫ് സി വി സ്ക്വയർ. ഹാഫ് സി വി സ്ക്വയർ ആണ് കപ്പാസിറ്ററിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി. ഇതിനകത്ത് വി എന്താ? വോളിയം ആണോ? ഇസ് ദിസ് വി വോളിയം? അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. വി ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമുക്ക് ഒരു കപ്പാസിറ്റർ എടുക്കാം. അതിനെ ക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണ്. അതിന്റെ സെപ്പറേഷൻ ഡി ആണെന്ന് വിചാരിച്ചു. സെപ്പറേഷൻ ഈസ് ഡി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വി. അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് ഇൻറ്റു കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ എന്താണ്? എപ്സിലോൺ 0 എ ബൈ ഡി. ഡു യു അഗ്രി? ഓഫ് കോഴ്സ് യു അഗ്രി. സോ ഇറ്റ് വിൽ ബി എപ്സിലോൺ 0 എ ബൈ ഡി അല്ലേ കപ്പാസിറ്റൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഇൻറ്റു ഡി എന്ന് എഴുതിക്കൂടെ? E into dd whole square. E into dd whole square. ഓക്കെ, അപ്പൊ അത് ചെയ്തു വരുമ്പോ നമുക്ക് കിട്ടുന്ന മറ്റൊന്നുമല്ല, ഹാഫ് ഇൻറ്റു എപ്സിലോൺ 0 എ ഇൻറ്റു ഇ സ്ക്വയർ ഡി. താഴെ ഒരു, അല്ലെങ്കിൽ ഇ സ്ക്വയർ ഡി സ്ക്വയർ ഉണ്ട്, താഴത്തെ ഒരു ഡിയും സ്ക്വയറും ക്യാൻസൽ ചെയ്യും. അപ്പൊ മുകളിലൊരു ഏരിയ ഇൻറ്റു ഡി ഉണ്ട്. ഏരിയ ഇൻറ്റു ഡി ബിറ്റ്വീൻ ദം, അതായത് പ്ലേറ്റ്സിന്റെ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ദാറ്റ് തിങ്? വോളിയം ഇൻ ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് അല്ലെ? പ്ലേറ്റ്സിനടക്കുള്ള വോളിയം. സോ ദാറ്റ് ഈസ് ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ഇൻറ്റു വോളിയം. സോ വാട്ട് ഈസ് എനർജി ഡെൻസിറ്റി ഇൻ ഇലക്ട്രിക് ഫീൽഡ്? ദിസ് ഈസ് യു. ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യു ബൈ വോളിയം, ദാറ്റ് ഈസ് ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഇലക്ട്രിക് ഫീൽഡിലുള്ളത് ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ആണ്. മാഗ്നറ്റിക് ഫീൽഡിലുള്ളത് എന്താണ്? ഹാഫ് ബി സ്ക്വയർ ബൈ മ്യൂ 0 ആണ്. എന്താണ് വ്യത്യാസം? ഇലക്ട്രിക് ഫീൽഡിൽ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ ആണ്. മാഗ്നറ്റിക് ഫീൽഡിലുള്ളത് എന്ന് പറഞ്ഞാൽ ഹാഫ് ബി സ്ക്വയർ ബൈ മ്യൂ 0 ആണ്. ഹിയർ ദി ഇലക്ട്രിക് ഫീൽഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് എപ്സിലോൺ 0 ഈസ് റീപ്ലേസ്ഡ് ബൈ 1 ബൈ മ്യൂ 0. അങ്ങനെ തന്നെയല്ലേ എല്ലാ കേസിലും നമ്മൾ ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ 1 ബൈ 4 പൈ എപ്സിലോൺ 0 യൂസ് ചെയ്യുന്നിടത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? മ്യൂ 0 ബൈ 4 പൈ ആണ്.
അപ്പൊ താഴെയുള്ള 4π രണ്ടാക്കും കോമൺ ആ. താഴെയുള്ള 4π രണ്ടാക്കും കോമൺ. അപ്പൊ 1/ε0നെ നമ്മൾ μ0 വെച്ച് റീപ്ലേസ് ചെയ്യും. അല്ലെങ്കിൽ ε0നെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? 1/μ0 വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പൊ ഇലക്ട്രിസിറ്റി മാഗ്നറ്റിക്സും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായോ? ഇലക്ട്രിസിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് വരുന്നിടത്തൊക്കെ മാഗ്നറ്റിക് ഫീൽഡ് അപ്പുറത്ത് വരും. അപ്പുറത്തൊക്കെ സിമിലർ ആയിട്ട് ഇവിടെ വരുന്നത് എന്താണ്? 1/μ0 ആണ്. മനസ്സിലായോ? 1/μ0 ആണ്. സോ അതാണ് ഇതിന്റെ കേസ്. ദിസ് ഇസ് എനർജി ഡെൻസിറ്റി. ഇത് ഞാൻ ഇൻഡക്ടറിന്റെ കൂടെ പറയാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ ഞാൻ വിട്ടുപോയി. വിട്ടുപോയ ഒരു ഏരിയ ആണ്. ഇത് നമുക്ക് കുറച്ച് ഏരിയാസേ ഉള്ളൂ ശരിക്കും ഇതിനകത്ത് പറയാനായിട്ട്. പക്ഷെ ഒരു LC ഓസിലേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ടോപ്പിക് ഉണ്ട്. അതും NCERT-യിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ചാപ്റ്ററിലായിരിക്കും NCERT-യിൽ ഉണ്ടാവുക. ഏതായാലും നമ്മൾ എൻട്രൻസിന് അത് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിപ്പിക്കണം. പിന്നെ പക്ഷെ അതിന് കപ്പാസിറ്ററിന്റെ കേസും കൂടി നോക്കണം. കപ്പാസിറ്റർ കഴിഞ്ഞാലേ കംപ്ലീറ്റ് അത് കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പോൾ മിക്കവാറും ഒരു സെഷൻ കൊണ്ട് ഇത് തീർക്കാൻ പറ്റും, ഇതിന്റെ തിയറി പാർട്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലോട്ട് EMI-യുടെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വരേണ്ടി വരും. അതിന്റെ മുമ്പ് ചെറിയൊരു ഏരിയയും കൂടി ബാക്കിയുണ്ട്. അതാണ് NCERT-യിലുള്ളതാണ്. നമുക്ക് പ്രോബ്ലംസ് ഒന്നും അധികം വരില്ല, എന്നാലും എഡ്ഡി കറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഒരു അപ്ലിക്കേഷൻ ആണ് എഡ്ഡി കറണ്ട്. എന്താണ് എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ? എഡ്ഡീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചുഴികൾ അല്ലെ, ചുഴികൾ, അതിനല്ല നമ്മൾ എഡ്ഡി എന്ന് പറയാ. സോ എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് തന്നെയാണ്. സപ്പോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിന്റെ ഇടയിലോട്ട് എന്ത് ചെയ്യണം, ഒരു കറക്റ്റ് ഏതായാലും ഇങ്ങനെ വിചാരിച്ചു, ഇത്രയും റീജിയനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രസന്റ് ഇൻ ദിസ് റീജിയൻ. ഉള്ളിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതെന്ന് വിചാരിച്ചു. ഇനി എന്ത് ചെയ്യാണ്, ഒരു മെറ്റൽ പ്ലേറ്റ് അതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നുണ്ട് വിചാരിച്ചു. ഒരു മെറ്റൽ പ്ലേറ്റ് ഇങ്ങനെ ഇതിലൂടെ ഇതെന്ത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാണ്. ഇതിങ്ങനെ ഇങ്ങോട്ട് പോവും അല്ലെ. ഒരു മെറ്റൽ പ്ലേറ്റ് കേട്ടോ, അത് മെറ്റാലിക് ലൂപ്പ് അല്ല, പ്ലേറ്റ് ആണ്. അതായത് അതിന്റെ ഉള്ളിൽ മെറ്റീരിയൽ ഉണ്ട്, മെറ്റൽ പ്ലേറ്റ് ആണ്. ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? മെറ്റൽ ഷീറ്റ് ആണ്, മെറ്റൽ ഷീറ്റ്. അപ്പൊ ഇത് ഈ റീജിയനിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ റീജിയനിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്ലേറ്റിലൂടെ ഉള്ള മാഗ്നറ്റിക് ഫ്ലക്സ്, ഉള്ളിലോട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. ഉള്ളിലോട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊരു കണ്ടക്ടർ ലൂപ്പ് ആണെങ്കിൽ എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്ററിലൂടെ മാത്രമേ കറണ്ട് ഉണ്ടാവുള്ളൂ. ഇതൊരു കണ്ടക്ടർ ആയതുകൊണ്ട് ഇത് ഇതിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് എൻറ്റേഴ്സ് ദി റീജിയൻ? സപ്പോസ് ഞാൻ ഇവിടെയും കൂടി മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ജസ്റ്റ് എൻ്റർ ചെയ്യുന്ന സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചു. സോ ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനകത്ത് എങ്ങനെയായിരിക്കും? അപ്പൊ ഉള്ളിലോട്ടുള്ള ഫ്ലക്സ് കൂടല്ലേ ചെയ്യണേ അല്ലെ? ഇത് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ളിലോട്ടുള്ള ഫ്ലക്സ് കൂടും, ആ പ്ലേറ്റിലൂടെ ഉള്ളിലോട്ടുള്ള ഫ്ലക്സ് കൂടും. അപ്പൊ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ, ഏത് ഡയറക്ഷനിലാണ് കറണ്ട് വരുന്നത്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഈ പേന കൺസിഡർ ചെയ്തതിന്റെ അപ്പുറത്തൊരു മെറ്റാലിക് പ്ലേറ്റ് ഉണ്ട്. ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഉള്ളിലോട്ടും പുറത്തോട്ടും എൻ്റർ ചെയ്യുക, ലീവ് ചെയ്യാം. ഇതിങ്ങനെ പോയിട്ട് അപ്പുറത്തൂടെ പോയിട്ട് ലീവ് ചെയ്യും, അപ്പുറത്തൂടെ പോയിട്ട് ഈ സംഭവം ഇങ്ങനെ ലീവ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോ ഇത് എൻ്റർ ചെയ്യുന്ന സിറ്റുവേഷനിൽ മാഗ്നറ്റിക് ഫീൽഡിന് എന്താ സംഭവിക്കാം? ഉള്ളിലോട്ടുള്ള ഫ്ലക്സ് കൂടും. ഏതിലൂടെയുള്ള? പ്ലേറ്റിൽ ഫ്ലക്സ് കൂടുകയാണ് ചെയ്യുന്നത്. ഉള്ളിലോട്ടുള്ള ഫ്ലക്സ് കൂടുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഇതിനകത്ത് കറണ്ട് വരണം. ഇതിനകത്ത് ഈ പ്ലേറ്റിനകത്ത് എങ്ങനെയാ കറണ്ട് വരിക? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ് അല്ലേ വരണ്ടേ അല്ലേ? കാരണം ഉള്ളിലോട്ടുള്ള ഫ്ലക്സ് കൂടുകയാണ്. അപ്പോ ഈ പ്ലേറ്റ് കാരണമുള്ള ഫ്ലക്സ് എങ്ങോട്ട് വരണം? പുറത്തോട്ട് വരണം. അപ്പൊ ഇതിനകത്ത് കറണ്ട് വരേണ്ടത് ഇങ്ങനെയുള്ള കറണ്ടാണ്, ആന്റി ക്ലോക്ക് വൈസ്. പക്ഷെ അത് പ്ലേറ്റിന്റെ സർക്കംഫറൻസിലൂടെ അല്ല ഉണ്ടാവുക, എല്ലായിടത്തും ഈ കറണ്ട് ഉണ്ടാവും. ഇങ്ങനെ ഒരു എഡ്ഡീസ് ആയിട്ട് പ്ലേറ്റിൽ മൊത്തത്തിൽ എന്ത് ചെയ്യുന്ന ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവും.
മനസ്സിലായോ? പ്ലേറ്റിൽ മൊത്തത്തിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ എഡി കറണ്ട്സ് ഫ്ലോ ചെയ്യും. ഈ എഡി കറണ്ട് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യാം? മെറ്റാലിക് പ്ലേറ്റിലൂടെ എന്ത് ചെയ്യാണ്? കറണ്ട് പാസ് ചെയ്യാണ്. പ്ലേറ്റ് ഒരു റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. ഏത് മെറ്റലിനും റെസിസ്റ്റൻസ് ഉണ്ടാവും. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിനകത്ത് ഹീറ്റ് ഡിസിപ്പേഷൻ നടക്കും. ഹീറ്റ് ഡിസിപ്പേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പ്ലേറ്റിന് ഉണ്ടായിരുന്ന എനർജിയാണ് ആ ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത്. അതെന്ത് സംഭവിക്കും? ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. അപ്പൊ ഇയാളുടെ നേരത്തെ ഉണ്ടായിരുന്ന ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. കാരണം എനർജി കുറഞ്ഞു വരുന്നതുകൊണ്ട് ഇതിന്റെ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യും? കുറയും. അല്ലെ? ഇതിന്റെ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. മനസ്സിലായോ? സോ ഇതാണ് എന്തിന്റെ കേസ്? എഡി കറൻസിന്റെ കേസ്. മനസ്സിലായോ? അപ്പൊ ഇതെന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യും. ഇതെന്ത് ചെയ്യും? പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് എന്നൊക്കെ പറയും. ദിസ് ഇസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് ഫിനോമിന. ഇതിനെയാണ് നമ്മൾ എഡി കറന്റ്. അപ്പോൾ ഇതിനകത്ത് എങ്ങോട്ടായിരിക്കും ഫോഴ്സ് കിട്ടുക? ഇത് എൻ്റർ ചെയ്യുമ്പോൾ എങ്ങോട്ടായിരിക്കും ഫോഴ്സ് കിട്ടുക? ഇത് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇതിന് എങ്ങോട്ടായിരിക്കും ഫോഴ്സ് കിട്ടുക എന്ന് പറഞ്ഞേ. ഈ ലൂപ്പിൽ എൻ്റർ ചെയ്യുമ്പോൾ ഈ സംഭവത്തിന് എങ്ങോട്ടായിരിക്കും ഫോഴ്സ് കിട്ടുക? ഈ സാധനം എൻ്റർ ചെയ്യാന്ന് വിചാരിച്ചു. റൈറ്റിലോട്ടാണോ ലെഫ്റ്റിലോട്ടാണോ എന്നാണ് എന്റെ ചോദ്യം. ഈ പ്ലേറ്റ് ഇങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ചെയ്യാന്ന് വിചാരിച്ചു. ഇങ്ങനെയല്ലേ കറണ്ട് ഉള്ളത്? ഒരു കറണ്ട് ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ ഉള്ളത്? അങ്ങനെ ഒരുപാട് ലൂപ്സ് ഉണ്ടാവും. കാരണം ഇതൊരു മെറ്റാലിക് പ്ലേറ്റ് ആണ്. എല്ലായിടത്തും ഇതുണ്ട്. അപ്പൊ അതിനകത്ത് ഫോഴ്സ് കിട്ടുന്ന റീജിയൻ ഇത്രയും റീജിയൻ അല്ലേ? ബാക്കിയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ പുറത്തല്ലേ? മനസ്സിലായോ? അപ്പൊ അതിനകത്ത് കറണ്ട് ഇങ്ങനെയാണുള്ളത്. അപ്പോ ഇതിനെന്തായിട്ട് നമ്മൾ എൻ ടു എൻ കണക്ഷൻ എടുക്കുന്ന പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഇങ്ങോട്ട് കറണ്ട് പാസ് ചെയ്യുന്ന പോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ? എൻ ടു എൻ കണക്ഷൻ ILB, I into L cross B, ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു ഓർമ്മയില്ലേ? എൻ ടു എൻ കണക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? എങ്ങോട്ടായിരിക്കും ഫോഴ്സ് കിട്ടുക? ആ സെഗ്മെന്റിന് മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങോട്ടായിരിക്കും ഫോഴ്സ് കിട്ടുക? അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പുറത്തുള്ള റീജിയനിൽ എന്തുണ്ടാവില്ല? ഫോഴ്സ് ഉണ്ടാവില്ല. ആ ഉള്ളിലോട്ട് എൻ്റർ ചെയ്ത റീജിയനിലെ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ പുറത്തുള്ള കറണ്ടിനെ പറ്റി ബോധർ ചെയ്യണ്ട. അപ്പൊ എങ്ങോട്ട് ഫോഴ്സ് കിട്ടും? ലെഫ്റ്റിലോട്ട് ഫോഴ്സ് കിട്ടും. അപ്പൊ ഇതിങ്ങനെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാൻ നോക്കുമ്പോൾ അതിനെ ഡീസിലറേറ്റ് ചെയ്യിക്കും. ഇങ്ങോട്ട് F വെച്ച് അതിനെ ഡീസിലറേറ്റ് ചെയ്യിക്കും. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഇത് പുറത്തോട്ട് പോകാൻ നോക്കുമ്പോൾ ഇതിനെ തിരിച്ചു വലിക്കാനും നോക്കും. അപ്പൊ അത് ഉള്ളിലോട്ട് വരുമ്പോൾ അതിന്റെ സ്പീഡ് കുറക്കും, പുറത്തോട്ട് പോകുമ്പോഴും അതിന്റെ സ്പീഡ് കുറക്കും. ഉള്ളിലാവുമ്പോൾ എഡി കറണ്ട് ഉണ്ടാവില്ല. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രെയിനിലൊക്കെ ബ്രേക്കിംഗ് സിസ്റ്റം ആയിട്ടൊക്കെ അത് യൂസ് ചെയ്യാറുണ്ട്, പെട്ടെന്ന് സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി പറയാം. ജസ്റ്റ് ഒന്ന് ഹെഡി കറണ്ട് എഴുതിയിട്ട് ജസ്റ്റ് ഫിഗർ NCERT വായിച്ചാൽ മനസ്സിലാവും. ജസ്റ്റ് ഞാൻ ഇതിന്റെ തിയറി പറയുന്നില്ല, നിങ്ങൾ അതൊന്ന് വായിച്ച് NCERT വായിച്ച് നോക്കുക കേട്ടോ. റീഡ് NCERT. കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങളെ ബോർഡ് എക്സാമിന് മാത്രമേ ഇത് വരുള്ളൂ. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എൻട്രൻസിലൊന്നും വരാനില്ല. ഞാൻ കൺസെപ്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഉള്ളിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ പുറത്തോട്ട് ഫോഴ്സ് വരും, അതേപോലെ സംഭവം. ജസ്റ്റ് ഒന്ന് NCERT വായിച്ച് നോക്കുക. അല്ലാതെ ഈ ഏരിയ ഒന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കിയുള്ള കുറച്ച് ഏരിയയും കൂടി ഉള്ളൂ ഇതിനകത്ത്. അടുത്ത ക്ലാസ്സിലാകുമ്പോഴേക്കും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തീരും. അടുത്ത ക്ലാസ്സിലോട്ട് EMI ഒരു 40 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വരും. ഓക്കെ, 40 questions. Okay, thank you. Sir, stop ചെയ്യട്ടെ. Hello.